നമസ്കാരം, ഏവർക്കും കോഡിംഗ് ടോക്സ് മലയാളം പോഡ്കാസ്റ്റിലേക്ക് സ്വാഗതം. എൻ്റെ പേര് വിഷ്ണു. ഞാൻ സോഫ്റ്റ്വെയർ ആർക്കിടെക്റ്റായിട്ട് വർക്ക് ചെയ്യുന്നു. ഞാൻ ബേസിക്കലി .NET ഡൊമൈനിലും ഫ്രണ്ട് എൻഡിലും പിന്നെ ക്ലൗഡ് പ്രൊവൈഡേഴ്സ് AWS, അഷ്വർ, GCP ഇതിലൊക്കെയാണ് വർക്ക് ചെയ്യുന്നത്. ഈ എപ്പിസോഡ് മെയിൻലി AWS നെറ്റ്വർക്കിംഗ് ഫൗണ്ടേഷൻ അതിനെക്കുറിച്ചുള്ള ഒരു ഇൻട്രഡക്ഷനാണ്. ഇത് AWSൽ പുതിയതായിട്ട് വരുന്നവർക്ക്, ഈവൻ AWS ആപ്ലിക്കേഷൻ ഡെവലപ്മെൻറ്റിൽ വർക്ക് ചെയ്യുന്നവർക്കൊക്കെ യൂസ്ഫുൾ ആകുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഈവൻ തോ അതർ പ്രൊവൈഡേഴ്സ്, മറ്റ് പ്രൊവൈഡേഴ്സിൽ വർക്ക് ചെയ്യുന്നവർ ആണെങ്കിൽ അഷ്വർ, GCP പോലെയുള്ള പ്ലാറ്റ്ഫോംസിൽ വർക്ക് ചെയ്യുന്നവർക്കും ഈക്വലി സം ഫോം ഓഫ് ലേണിംഗ് ഇതിൽ നിന്ന് കിട്ടുമെന്നാണ് പ്രതീക്ഷ. കാരണം ഇത് എൻ്റെയൊക്കെ എല്ലാ ക്ലൗഡ് പ്രൊവൈഡേഴ്സിൻ്റെയും ഒരു ബേസിക് അവരുടെ ഒരു അണ്ടർലൈങ് ഒരു കൺസെപ്റ്റ്സ് സെയിം ആണ്. അതായത് പറഞ്ഞ പോലെ കമ്പ്യൂട്ട്, നെറ്റ്വർക്ക്, സ്റ്റോറേജ്, അങ്ങനെ GenAI അങ്ങനെ തുടങ്ങിയ കുറച്ച് സർവീസസാണ് ഒട്ടുമിക്ക ക്ലൗഡ് പ്രൊവൈഡേഴ്സും പ്രൊവൈഡ് ചെയ്യുന്നത്. ഞാൻ AWS കമ്മ്യൂണിറ്റി ബിൽഡറാണ്. 5 years ആയിട്ട് കമ്മ്യൂണിറ്റി ബിൽഡിംഗ് ആക്ടിവിറ്റീസിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നു. AWS കമ്മ്യൂണിറ്റി ബിൽഡർ ഒപ്പം തന്നെ കമ്മ്യൂണിറ്റി ബിൽഡർ ബ്ലോഗ്സിലും ഈ പറഞ്ഞ റിലേറ്റഡ് ആയിട്ടുള്ള ആർട്ടിക്കിൾസും സെഷൻസൊക്കെ അവൈലബിൾ ആണ്. നിങ്ങൾക്ക് ചെക്കൗട്ട് ചെയ്യാം. ഇതിൻ്റെ ഒരു ഇംഗ്ലീഷ് പോഡ്കാസ്റ്റും അവൈലബിൾ ആണ്. സെയിം പേരിൽ തന്നെ അവൈലബിൾ ആണ്. സ്പോട്ടിഫൈയിലും മറ്റു പ്ലാറ്റ്ഫോംസിലും അവൈലബിൾ ആണ്. ഇതെല്ലാം പറയുന്ന ഒപ്പീനിയൻസൊക്കെ തന്നെ എൻ്റെ പേഴ്സണലായിട്ടുള്ള ഒപ്പീനിയൻസ് ആണ്. അത് ഒരു തരത്തിലും ഞാൻ വർക്ക് ചെയ്യുന്ന സ്ഥാപനങ്ങളെയോ മറ്റോ ഒന്നും അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഒന്നുമല്ല. അല്ലാത്ത എൻ്റെ പേഴ്സണൽ ഒപ്പീനിയൻസ് ആണ് ഇതിൽ കൂടി വ്യക്തമാക്കുന്നത്. നെറ്റ്വർക്കിംഗ്, AWS നെറ്റ്വർക്കിംഗ് ഫൗണ്ടേഷൻസ് മനസ്സിലാക്കേണ്ടതിൻ്റെ ഒരു ആവശ്യകത എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് ശരിക്കും മനസ്സിലാക്കി കഴിഞ്ഞാൽ നല്ല രീതിയിലുള്ള ഒരു സെക്യൂർഡ് ഒപ്പം തന്നെ സ്കെയിലബിൾ ആയിട്ടുള്ള, അതായത് ഫ്യൂച്ചർ പ്രൂഫായിട്ടുള്ള ആപ്ലിക്കേഷൻസും AWSൽ ഡെവലപ്പ് ചെയ്യാൻ പറ്റും. ഈവൻ ആപ്ലിക്കേഷൻ ഡെവലപ്പേഴ്സ് ആയിരുന്നാലും. ഞാനിങ്ങനെ പറയാനുള്ള കാരണം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, മോസ്റ്റ് ഓഫ് ദ ഓർഗനൈസേഷൻ, എസ്പെഷ്യലി ബിഗ് ഓർഗനൈസേഷൻസിൽ നെറ്റ്വർക്ക് അല്ലെങ്കിൽ ഇൻഫ്രാസ്ട്രക്ചർ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഡിസൈഡ് ചെയ്യാനും ഇംപ്ലിമെൻ്റ് ചെയ്യാനും അവരുടെ തന്നെ ഒരു ടീംസ് സെപ്പറേറ്റ്ലി ഉണ്ടാവും. ആപ്ലിക്കേഷൻ ഡെവലപ്പേഴ്സ് അവർ മെയിൻലി ലോക്കൽ ഡെവലപ്മെൻറ്റ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് അതൊരു സോഴ്സ് കോഡ് റിപ്പോസിറ്ററിയിലേക്കായിരിക്കും കമ്മിറ്റ് ചെയ്യുന്നത്. ഫൈനലി അതാത് സ്ഥലങ്ങളിലേക്ക് എങ്ങോട്ടാണോ ഡിപ്ലോയ് ചെയ്യേണ്ടത് അങ്ങോട്ട് ഓട്ടോമേറ്റഡ് ആയിട്ട് ഈ സിസ്റ്റംസ്, ഡിപ്ലോയ്മെൻറ്റ് സിസ്റ്റംസ് വഴി ഡിപ്ലോയ്മെൻറ്റ് നടക്കും. സ്റ്റിൽ എസ്പെഷ്യലി AWSൽ ഉള്ള ചില തരത്തിലുള്ള ഡെവലപ്മെൻറ്റ്, എസ്പെഷ്യലി പുതിയ ആപ്ലിക്കേഷൻ ഡെവലപ്മെൻറ്റ്സിൽ AWS സർവീസസ് ഒരുപാട് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ചില മോഡേണൈസേഷൻ പ്രോജക്ട്സ്, അതായത് ലെഗസി ആയിട്ടുള്ള എക്സിസ്റ്റിംഗ് ഓർഗനൈസേഷനിലുള്ള പ്രൊഡക്ട്സ് അവരുടെ ഒരു ഓർഗനൈസേഷൻ മോഡേണൈസേഷൻ്റെ ഭാഗമായിട്ട് ക്ലൗഡിലേക്ക് മാറ്റുകയാണ്, AWSലേക്ക് മാറ്റുകയാണ്. അങ്ങനെയുള്ള കേസസിലൊക്കെ വരുന്ന പ്രൊജക്റ്റുകളിലൊക്കെയാണ് നിങ്ങൾ ഇൻവോൾവ് ആയിട്ടുള്ളത് അല്ലെങ്കിൽ ഇൻവോൾവ് ആകാൻ പോകുന്നതെങ്കിൽ ഈ നെറ്റ്വർക്ക് ഫൗണ്ടേഷൻസിനെ കുറച്ചുകൂടി ഒന്ന് അണ്ടർസ്റ്റാൻഡ് ചെയ്യുന്നത് തീർച്ചയായിട്ടും ബെനിഫിഷ്യൽ ആയിരിക്കും. കാരണം ആ രീതിയിൽ ബെറ്റർ ആയിട്ടുള്ള ആപ്ലിക്കേഷൻസ് ഡെവലപ്പ് ചെയ്യാനും ഒപ്പം തന്നെ എന്തെങ്കിലും ട്രബിൾ ഷൂട്ടിങ്ങിനും ഒക്കെ തന്നെ ഇത് തീർച്ചയായിട്ടും ഹെൽപ്പ് ചെയ്യും. ഇത് ഓപ്സ് എന്നുള്ള ഒരു രീതിക്ക് മാത്രമല്ല, ചിലയിടത്ത് ചില സെപ്പറേഷൻസ് ഉണ്ട്. ഓപ്സ് ആണ് ഇതെല്ലാം ഡിസൈഡ് ചെയ്യുന്നത്. ഡെവലപ്പേഴ്സ് ഇത് അധികം അവെയർ ചെയ്യേണ്ട കാര്യമില്ല. പക്ഷെ അങ്ങനെയല്ല, ഓപ്സ് പ്ലസ് ഡെവലപ്പേഴ്സ് രണ്ടും കൂടി ചേർന്നിട്ടുള്ള ഒരു കമ്പൈൻഡ് ഒരു എഫേർട്ടാണ് ഓർഗനൈസേഷൻസിൽ മിക്കവാറും നടന്നു വരുന്നത്. ഇത് രണ്ടും അറിഞ്ഞിരിക്കേണ്ടത് ഒരു ഇമ്പോർട്ടൻസ് ആണ്. അല്ലാതെ അതൊരു സെപ്പറേറ്റ് ഒരു സെക്ഷൻ്റെ മാത്രം ഒരു റെസ്പോൺസിബിലിറ്റി ആയിട്ട് മാറുന്നില്ല. അങ്ങനെ ഉള്ള കേസസിൽ ഇത് അറിഞ്ഞിരിക്കുന്ന, അതിൽ വേണ്ടിയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അതിൻ്റെ ഒരു ഫൗണ്ടേഷനെ കുറിച്ച് സ്റ്റാർട്ട് ചെയ്യാം. AWSൽ വൺസ് ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും, AWSൽ 200+ സർവീസസ് ഉണ്ട്. അത് പലതരത്തിലുള്ള സർവീസസാണ്. കമ്പ്യൂട്ട്, സ്റ്റോറേജ്, നെറ്റ്വർക്ക്, അങ്ങനെ ഒരുപാട് കാറ്റഗറീസ് ഓഫ് സർവീസ് ഉണ്ട്.
ഇത് AWS ഗ്രൂപ്പ് ചെയ്തിട്ടുണ്ട് ഇത്തരം സർവീസസിനെ ഒരു കാറ്റഗറീസ് പോലെ, കാരണം ആ രീതിയിൽ സെലക്റ്റീവ്ലി ചൂസ് ചെയ്യാൻ പറ്റും. സോ അതിൽ നെറ്റ്വർക്ക് റിലേറ്റഡ് ആയിട്ടുള്ള സർവീസസാണ് ഈ എപ്പിസോഡിൽ ഡിസ്കസ് ചെയ്യുന്നത്. അതിലെ എല്ലാ സർവീസിലേക്കും നമുക്ക് പോകുന്നില്ല. ബേസിക്കലി ഫണ്ടമെൻ്റലി അറിയേണ്ടതായിട്ടുള്ള സർവീസസിലാണ് ഫസ്റ്റ് പോകുന്നത്. പിന്നെ ഇതിൻ്റെ ഒരു അഡ്വാൻസ്ഡ് സെക്ഷൻ ഇത് കഴിഞ്ഞിട്ട് ഉണ്ടാവുന്നതായിരിക്കും. അതിൽ കുറച്ചുകൂടി ഏത് സർവീസാണ് ചൂസ് ചെയ്യേണ്ടതെന്നുള്ളത്, അതായത് ചില സമയങ്ങളിൽ ചില സർവീസസ് സിമിലർ ആയിട്ടുള്ള സർവീസസ് കാണാൻ പറ്റും AWSൽ, എസ്പെഷ്യലി നെറ്റ്വർക്കിങ്ങിൻ്റെ. സോ ആ സമയത്ത് ഓർഗനൈസേഷൻ്റെ റിക്വയർമെൻറ്റ് അനുസരിച്ച് ഏത് സർവീസാണ് ചൂസ് ചെയ്യേണ്ടത് എന്നൊക്കെയുള്ള ഒരു കൺസിഡറേഷൻസ് എങ്ങനെ എടുക്കണം, എങ്ങനെയുള്ള ഡിസിഷൻസ് എടുക്കണം എന്നുള്ളതിൻ്റെ ഒരു സെപ്പറേറ്റ് എപ്പിസോഡ് നെക്സ്റ്റ് വരുന്നതായിരിക്കും. ഇതിൽ നമ്മൾ ബേസിക് ഫണ്ടമെൻ്റൽസ് ആണ് കവർ ചെയ്യുന്നത്. ഓക്കെ, സോ AWS ഒരുപാട് സർവീസസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇതിലെ ബേസിക് സർവീസ് എന്ന് പറയുന്നത് VPC ആണ്. VPC എന്ന് പറയുമ്പോൾ അത് ഈസിലി മനസ്സിലാക്കാൻ പറ്റുന്നത് നമ്മുടെ ഒരു ഐസൊലേറ്റഡ് ആയിട്ടുള്ള ഒരു കസ്റ്റമൈസബിൾ നെറ്റ്വർക്കിംഗ് എൻവയൺമെൻറ്റ്സ് AWSനകത്ത് തന്നെ ക്രിയേറ്റ് ചെയ്യുന്നതാണ്. ട്രഡീഷണലി ഈ സോഫ്റ്റ്വെയർ ഡിപ്ലോയ്മെൻ്റ് ഒക്കെ ചെയ്യാൻ സമയത്ത് നെറ്റ്വർക്കിംഗ് ഹാർഡ്വെയർ അല്ലെങ്കിൽ അത് റിലേറ്റഡ് ആയിട്ടുള്ള സ്വിച്ചസും സെർവേഴ്സും ഇതൊക്കെ പ്രൊക്യൂർ ചെയ്തിട്ട് ഓർഗനൈസേഷൻസ് പ്രൊക്യൂർ ചെയ്തിട്ട് സെറ്റപ്പ് ചെയ്യുന്ന ഒരു പ്രോസസ്സായിരുന്നു ഉണ്ടായിരുന്നത്. അത് ഇപ്പോൾ ആ ഒരു അപ്രോച്ചിൽ നിന്ന് മാറിയിട്ട് സോഫ്റ്റ്വെയർ ഡിഫൈൻഡ് ആയിട്ടുള്ള നെറ്റ്വർക്ക് എന്നുള്ള ഒരു രീതിയിലേക്കാണ് പോകുന്നത്. മാത്രമല്ല AWS എൻവിഷൻ ചെയ്യുന്ന ഒരു ഫ്യൂച്ചർ എന്ന് പറയുന്നത് എവറിത്തിങ് ഡിഫൈൻഡ് ഇൻ സോഫ്റ്റ്വെയർ, കോഡ് വഴി ഈ നെറ്റ്വർക്ക് ഡിഫൈൻ ചെയ്യുക എന്നുള്ള ഒരു രീതിയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. അതുകൊണ്ട് ഈ പറഞ്ഞ പോലെ AWSൽ കൊടുത്തിരിക്കുന്ന എല്ലാ നെറ്റ്വർക്കിംഗ് സർവീസസും നിങ്ങൾക്ക് കോഡ് വഴി സോഴ്സ് കോഡ് വഴി ജനറേറ്റ് ചെയ്യാൻ പറ്റും, അത് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും, സ്കെയിൽ ചെയ്യാൻ പറ്റും. അതായത് അതിൻ്റെ പവർ കൂട്ടാനും കുറയ്ക്കാനും പറ്റും. ഈവൻ ഡിലീറ്റ് ചെയ്തിട്ട് ആവശ്യമുള്ള സമയത്ത് മാത്രമേ ഇത് യൂസ് ചെയ്യാനും പറ്റും. സോ ഈ VPC എന്ന് പറയുന്നത് ഒരു ഐസൊലേറ്റഡ് ആയിട്ടുള്ള ഒരു സ്മോൾ നെറ്റ്വർക്കാണ്. ഫണ്ടമെൻ്റലി ട്രഡീഷണലി വർക്ക് ചെയ്തിട്ടുള്ളവരോ അല്ലെങ്കിൽ അതിനെക്കുറിച്ച് അണ്ടർസ്റ്റാൻഡിങ് ഉള്ളവർക്കോ ഒരു സ്മോൾ നെറ്റ്വർക്ക് AWSൻ്റെ ഡേറ്റാ സെൻറ്ററിനകത്ത് തന്നെ ക്രിയേറ്റ് ചെയ്യുന്നതായിട്ട് ഈ VPC ആയിട്ട് കമ്പയർ ചെയ്യാൻ പറ്റും. സോ ഇതിൽ എങ്ങനെയാണ് VPC ക്രിയേറ്റ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ AWSൽ കൺസോളിൽ ലോഗിൻ ചെയ്യുന്ന ഒരു ഫ്രീ അക്കൗണ്ട് എടുക്കാം, അല്ലെങ്കിൽ ഓർഗനൈസേഷൻസിൽ അവരുടേതായ അക്കൗണ്ട്സ് കാണും. അതിനുശേഷം ക്രിയേറ്റ് VPC എന്ന് കൊടുക്കുക. അവിടെ ഈ നെറ്റ്വർക്ക് റേഞ്ച് ഡിഫൈൻ ചെയ്യേണ്ടി വരും. CIDR നൊട്ടേഷൻ വെച്ചിട്ടാണ് ഡിഫൈൻ ചെയ്യുന്നത്. ഇവിടെയാണ് ഒരു പ്രധാന മിസ്റ്റേക്ക് മിക്കവർക്കും ഉള്ളവർക്ക് പറ്റുന്നത്. കാരണം ഈ നെറ്റ്വർക്ക് CIDRൽ ഡിഫൈൻ ചെയ്യാൻ നേരത്ത് നാരോ ഡൗൺ ആയിട്ട് ഡിഫൈൻ ചെയ്യാതെ അതിൻ്റെ പ്രോപ്പറായിട്ട് ഡിഫൈൻ ചെയ്യണം. കാരണം ഫ്യൂച്ചർ എക്സ്പാൻഡബിലിറ്റിയും കൂടെ കൺസിഡർ ചെയ്തുകൊണ്ട് വേണം അത് ഡിഫൈൻ ചെയ്യേണ്ടത്. സോ വൺസ് ഇങ്ങനെ ഡിഫൈൻ ചെയ്ത് കഴിഞ്ഞാൽ ഒരു VPC ക്രിയേറ്റ് ആവും. ആ VPCക്ക് അകത്ത് നിങ്ങൾക്ക് നിങ്ങളുടെ റിസോഴ്സസ് ആഡ് ചെയ്യാം. സോ ഇനിയും ഒരു ഗ്രൂപ്പിംഗ് കൂടെ നമുക്ക് ഇതിനകത്ത് വരുത്താൻ പറ്റും. അതിനെയാണ് സബ്നെറ്റ് എന്ന് പറയുന്നത്. VPCക്ക് അകത്ത് നമുക്ക് സബ്നെറ്റ്സ് ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യാൻ പറ്റും. ഇത് ട്രഡീഷണൽ നെറ്റ്വർക്കിംഗ് കൺസെപ്റ്റ്സ് അണ്ടർസ്റ്റാൻഡിങ് ഉള്ളവർക്ക് ഇത് കുറച്ചുകൂടി റിലേറ്റ് ചെയ്യാൻ പറ്റും. ഈ സബ്നെറ്റ്സ് നമുക്ക് പ്രൈവറ്റും പബ്ലിക് സബ്നെറ്റുമായിട്ട് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. സോ അതിൻ്റെ മെയിൻ എന്ന് പറയുന്നത് VPC ആണ്. സോ ഇത് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് വരുന്നതാണ് ഈ പറഞ്ഞ പോലെ ഈ പബ്ലിക് സബ്നെറ്റും പ്രൈവറ്റ് സബ്നെറ്റും. സോ അതിനെക്കുറിച്ച് നമുക്ക് കുറച്ചുകൂടി നോക്കാം. സോ ഇതിൽ one moment. Yes. So VPC എന്ന് പറയുമ്പോൾ അത് നിങ്ങളുടേതായിട്ടുള്ള ഒരു ഡിഫൈൻഡ് ആയിട്ടുള്ള സോഫ്റ്റ്വെയർ ഡിഫൈൻഡ് ആയിട്ടുള്ള ഒരു ഡേറ്റാ സെൻറ്റർ സെക്ഷനായിട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് അതിനെ ഒരു കമ്പയർ ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ റിലേറ്റ് ചെയ്യാൻ പറ്റും. അവിടെ നിങ്ങൾക്ക് IP അഡ്രസ്സ് ഈ CIDR നൊട്ടേഷൻ വഴി ഡിഫൈൻ ചെയ്യാൻ പറ്റും. പിന്നെ അത് അല്ലാതെ കുറച്ച് സെക്യൂരിറ്റി കൺസിഡറേഷൻസും അവിടെ ഡിഫൈൻ ചെയ്യാൻ പറ്റും, റൂട്ടിങ് ഡിഫൈൻ ചെയ്യാൻ പറ്റും. സോ എല്ലാ VPCയും ഒരു സിംഗിൾ AWS റീജിയനകത്തായിരിക്കും ഉണ്ടാവുന്നത്. അത് നിങ്ങൾക്ക്
കുറച്ചുകൂടെ ഹൈ അവൈലബിലിറ്റി, അതായത് ഇൻ കേസ് ആ ഒരു റീജിയൻ ഡൗൺ ആവുകയോ അങ്ങനെ എന്തെങ്കിലും ഇഷ്യൂസ് വന്നു കഴിഞ്ഞാൽ കുറച്ചുകൂടെ അവൈലബിലിറ്റി കൂടുതൽ കിട്ടാനായിട്ട് അതിൻ്റെ മൾട്ടിപ്പിൾ അവൈലബിലിറ്റി സോണിലേക്കും നിങ്ങൾക്ക് സെറ്റ് ചെയ്യാനായിട്ട് പറ്റുന്നതായിരിക്കും. സോ ഇതിനകത്ത് ഈ പറഞ്ഞ VPCക്ക് അകത്ത് 2 തരത്തിലുള്ള സബ്നെറ്റ്സ് നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്യാം. പബ്ലിക് സബ്നെറ്റ്സും പ്രൈവറ്റ് സബ്നെറ്റ്സും ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. സോ പബ്ലിക് സബ്നെറ്റ്സ് എന്ന് പറയുമ്പോൾ ഒരു ഇൻ്റർനെറ്റ് ഫേസിംഗ് ആയിട്ടുള്ള കമ്പോണൻസ്, എസ്പെഷ്യലി ഒരു വെബ് ആപ്ലിക്കേഷൻസ് EC2-ലൊക്കെയാണ് ഡിപ്ലോയിഡ് ചെയ്തിരിക്കുന്നതെങ്കിൽ അവിടെ ഒരു ലോഡ് ബാലൻസറിൻ്റെ ആവശ്യം വരും, പിന്നെ നാറ്റ് ഗേറ്റ്വേയുടെ ആവശ്യം വരും. സോ ഇത്തരം കമ്പോണൻസ് അല്ലെങ്കിൽ ഇത്തരം സർവീസസ് ഒക്കെ തന്നെ ഒരു പബ്ലിക് സബ്നെറ്റിനകത്തായിരിക്കും ഡിഫൈൻ ചെയ്യുന്നത്. അതേസമയം പ്രൊട്ടക്റ്റഡ് റിസോഴ്സസ് ആയിട്ടുള്ള കമ്പോണൻസ്, അതായത് ആപ്ലിക്കേഷൻ സെർവേഴ്സ്, ഡേറ്റാബേസസ്, ഇത്തരം റിസോഴ്സസൊക്കെ AWSയിൽ നിന്ന് ചൂസ് ചെയ്യാൻ പറ്റും. ആപ്ലിക്കേഷൻ സെർവറായിട്ട് യൂസ് ചെയ്യാൻ ഒന്നുകിൽ ഒരു കണ്ടെയ്നർ ഇൻസ്റ്റൻസസ് യൂസ് ചെയ്യാം, അല്ല എന്നുണ്ടെങ്കിൽ ഒരു EC2 വിർച്വൽ മെഷീൻ യൂസ് ചെയ്യാം. എല്ലാ സർവീസസും AWSയിൽ അവൈലബിൾ ആയിരിക്കും. സോ അതായത് പ്രൈവറ്റ് അത്തരം സർവീസസൊക്കെ പ്രൈവറ്റ് സബ്നെറ്റിനകത്തായിരിക്കും ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. ഒന്നുകൂടി പറയാം, ഫസ്റ്റ് നമ്മളൊരു VPC വിർച്വൽ പ്രൈവറ്റ് ക്ലൗഡ് ഡിഫൈൻ ചെയ്യുന്നു. വിർച്വൽ പ്രൈവറ്റ് ക്ലൗഡ് ഐസൊലേറ്റഡ് നെറ്റ്വർക്ക്, ഒരു AWS റീജിയനകത്തുള്ള നിങ്ങളുടേതായ ഒരു ഐസൊലേറ്റഡ് നെറ്റ്വർക്കാണ്. അതൊരു പ്രൈവറ്റ് നെറ്റ്വർക്കാണ്. ബാക്കി ആർക്കും അതിൽ ആക്സസ് കിട്ടത്തില്ല. ഈവൻ നിങ്ങൾ ഒരേ അക്കൗണ്ടിനകത്തുള്ള പോലും ഉള്ള മൾട്ടിപ്പിൾ VPCs ആയാൽ പോലും തമ്മിൽ ഒരു കണക്ഷൻ അൺലെസ് നിങ്ങൾ ഡിഫൈൻ ചെയ്ത് കൊടുത്താൽ മാത്രമേ ആക്സസ് ചെയ്യാൻ പറ്റുള്ളൂ. ബൈ ഡിഫോൾട്ട് കണക്ഷൻ ഇല്ല. സോ ഇത് ഒരു സെക്യൂർഡ് ആയിട്ടുള്ള ഒരു അപ്രോച്ചാണ്. സീറോ ട്രസ്റ്റ് പ്രിൻസിപ്പിൾ എന്നാണ് ഇതിന് പറയുന്നത്. ഒരു അത്യാവശ്യമുള്ള കമ്പോണൻസ് മാത്രം തമ്മിൽ കണക്ട് ചെയ്താൽ മതി എന്നുള്ള ഒരു കൺസെപ്റ്റ് വെച്ചിട്ടാണ് ഇത് ഡിസൈഡ് ചെയ്തിരിക്കുന്നത്. ബൈ ഡിഫോൾട്ട് ഇതിൻ്റെ AWSൻ്റെ ആർക്കിടെക്ചർ എല്ലാം ഇങ്ങനെയാണ്. സോ അതുകൊണ്ട് ഒരു VPCക്ക് മറ്റൊരു VPC ആക്സസ് ചെയ്യണമെങ്കിൽ അതിനെ കണക്ട് ചെയ്യേണ്ടതായിട്ടുണ്ട്. സോ നോർമൽ കേസിൽ ഒരു VPCക്ക് അകത്ത് നിങ്ങളുടേതായ റിസോഴ്സസ് അതിനെ വീണ്ടും രണ്ടായിട്ട് തിരിക്കുന്നു. സബ്നെറ്റ്സ്, പബ്ലിക് സബ്നെറ്റ്സ്, പ്രൈവറ്റ് സബ്നെറ്റ്. പബ്ലിക് സബ്നെറ്റ്സിനകത്ത് വരുന്നത് പബ്ലിക്കലി ആക്സസിബിൾ ആയിട്ടുള്ള ഇൻ്റർനെറ്റ് ഫേസിംഗ് കമ്പോണൻസ് ആയിട്ടുള്ള ലോഡ് ബാലൻസേഴ്സ്, നെറ്റ് ഗേറ്റ്വേ എന്നിവയൊക്കെയാണ്. ലോഡ് ബാലൻസേഴ്സ്, നെറ്റ് ഗേറ്റ്വേ എന്തൊക്കെയാണെന്നുള്ളത് ഡീറ്റെയിൽഡ് ആയിട്ട് നമുക്ക് പോകാൻ പറ്റില്ല ഈ സെക്ഷനിൽ. കാരണം അത് ഈ ആപ്ലിക്കേഷൻ സ്കെയിലബിലിറ്റിക്ക് വേണ്ടി ഡിഫൈൻ ചെയ്തിരിക്കുന്ന ഒരു ഇതാണ്. കാരണം മൾട്ടിപ്പിൾ സെർവേഴ്സ് EC2 ഇൻസ്റ്റൻസസ് നിങ്ങൾക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ ഒരു ലോഡ് ബാലൻസർ ഫ്രണ്ടിൽ നമ്മൾ സെറ്റ് ചെയ്യും. അത് വഴിയായിരിക്കും ഇതിലേക്ക് കണക്ട് ചെയ്ത് വരുന്നത്. ലോഡ് ബാലൻസർ ഇങ്ങനെ ഫ്രണ്ട് സെറ്റ് ചെയ്യുന്നതിൻ്റെ ഒരു റീസൺ എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ലോഡ് ബാലൻസർ ഇതിനെ റൂട്ട് ചെയ്ത് കറസ്പോണ്ടിങ് ബാക്ക് എൻഡിലുള്ള ഡിഫറെൻറ്റ് EC2 ഇൻസ്റ്റൻസസിലേക്കോ അല്ലെങ്കിൽ മറ്റ് സർവീസസിലേക്കോ റൂട്ട് ചെയ്തോളും. സോ ഇൻഡിപെൻഡൻ്റ്ലി നിങ്ങൾക്ക് ബാക്ക്ഗ്രൗണ്ടിലുള്ള സർവീസസിനെ കൺട്രോൾ ചെയ്യാൻ പറ്റും, കുറയ്ക്കാനും കൂട്ടാനും പറ്റും. സോ ലോഡ് ബാലൻസർ അതിനനുസരിച്ച് അത് ട്രാഫിക് റൂട്ട് ചെയ്യും. സോ ഇത്രയും കമ്പോണൻസ് ഒക്കെ ഡിഫൈൻ ചെയ്തിരിക്കുന്നത് പബ്ലിക് സബ്നെറ്റിലാണ്. ഒപ്പം തന്നെ പ്രൈവറ്റ് സബ്നെറ്റിൽ വരുന്നത് പ്രൊട്ടക്റ്റഡ് ആയിട്ടുള്ള ക്രിട്ടിക്കലായിട്ടുള്ള പ്രൊട്ടക്റ്റ് ചെയ്യേണ്ടെന്നുള്ള റിസോഴ്സസ് കംപ്ലീറ്റ് ഈ പ്രൈവറ്റ് സബ്നെറ്റിനകത്ത് അതിനകത്ത് EC2 ഇൻസ്റ്റൻസസ്, ഡേറ്റാബേസ് സെർവേഴ്സ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരും. ഇത് ഒരു വെബ് സെർവർ ആപ്ലിക്കേഷൻ്റെ ഒരു സ്പെസിഫിക് തരത്തിലുള്ള ഒരു ഇംപ്ലിമെൻറ്റേഷനിലാണ് ഞാനിത് പറയുന്നത്. സെർവർലെസ് ആണെന്നുണ്ടെങ്കിൽ, അതായത് പുതിയ മോഡേൺ ഫോം ഓഫ് സെർവർലെസ് ഡിപ്ലോയ്മെൻ്റ് ആണെന്നുണ്ടെങ്കിൽ AWS ലാംഡ അങ്ങനെയുള്ള സർവീസസും അതിനനുസരിച്ചുള്ള ഇവൻ്റ് ബ്രിഡ്ജ് പോലെയുള്ള സർവീസസ് SQS ഒക്കെ ആയിരിക്കും യൂസ് ചെയ്യുന്നത്. അവിടെ ഒരു സെപ്പറേറ്റ് ലോഡ് ബാലൻസറിൻ്റെ ആവശ്യം വരുന്നില്ല. കാരണം ഇൻബിൽട്ടായിട്ട് ആ സർവീസസിൽ തന്നെ ഇതൊക്കെയുണ്ട്. സോ ആ ഒരു ഫാക്ടർ കൂടി കൺസിഡർ ചെയ്തോണം. കാരണം ഇത് ഡിസൈഡ് ചെയ്യുമ്പോൾ എപ്പോഴും ഈ പറഞ്ഞ പോലെ ഞാൻ ഈ സ്പെസിഫിക്കലി ഈ ഒരു പെർട്ടിക്കുലർ സിനാരിയോയ്ക്ക് ഉള്ള ഒരു കേസാണ് ഞാനിവിടെ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്, നെറ്റ്വർക്കിങ്ങിൻ്റെ കേസ്. ആ ഒരു സിനാരിയോയിൽ ഇത് ആപ്ലിക്കബിൾ ആണ്. സോ എൻ്റെ ഒരു അണ്ടർസ്റ്റാൻഡിങ്ങിൽ മോസ്റ്റ് ഓഫ് ദ ഓർഗനൈസേഷൻ അവരുടെ ചില ആപ്ലിക്കേഷൻസ്, എസ്പെഷ്യലി കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻസൊക്കെ ട്രഡീഷണൽ ആൻഡ് കോംപ്ലെക്സ് ഡിപ്പെൻഡൻസീസ് ഒക്കെ ഉണ്ടായുണ്ട്. കൂടുതൽ ഫ്ലെക്സിബിലിറ്റിക്ക് വേണ്ടി ട്രഡീഷണലായിട്ട് അവരൊരു മെഷീനകത്ത്, ഇൻഫ്രാസ്ട്രക്ചറിനകത്തായിരിക്കും ഹോസ്റ്റ് ചെയ്തിരിക്കുന്നത്. ക്രമേണ അത് സെർവർലെസ് എന്നുള്ള മോഡലിലേക്ക് പോവുക എന്നുള്ളതാണ് ഈ മോഡേണൈസേഷൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നത്. സോ ഫസ്റ്റ് ലിഫ്റ്റ് ആൻഡ് ഷിഫ്റ്റ് പോലെ ഈ പറഞ്ഞ ആപ്ലിക്കേഷൻസ് അവർ
ലോക്കലിൽ നിന്ന്, അതായത് ഓൺ പ്രമിസസിൽ നിന്ന് അത് ക്ലൗഡിലേക്ക് ഒരു EC2 ഇൻസ്റ്റൻസിനകത്ത് ആയിരിക്കും കൊണ്ടുവരുന്നത്. സോ സ്റ്റിൽ അത് ബെനിഫിഷ്യലാണ്, കാരണം സ്കെയിലബിലിറ്റി അവിടെ ഒരു ബെനിഫിഷ്യൽ കിട്ടുന്നുണ്ട്, കസ്റ്റമേഴ്സിന് കിട്ടുന്നുണ്ട്. ലോക്കലാണെന്നുണ്ടെങ്കിൽ അത് സ്കെയിൽ ചെയ്യാൻ വേണ്ടി ഇൻഫ്രാസ്ട്രക്ചർ സ്കെയിൽ ചെയ്യേണ്ടതായിട്ട് വരും. അത് ലോക്കൽ എൻവയോൺമെൻറ്റിൽ ചലഞ്ചിങ് ആണ്, കാരണം ഹാർഡ്വെയർ സ്കെയിലിങ്ങിനൊക്കെ ഒരു പരിധിയുണ്ട്. ക്ലൗഡിലാണെന്നുണ്ടെങ്കിൽ അൺലിമിറ്റഡ് ആയിട്ട് നമുക്ക് ഇൻസ്റ്റൻസസ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. സോ വൺസ് അത് ഒരു സോഴ്സ് കോഡ് ഡിപ്ലോയ്മെൻറ്റ് സിസ്റ്റം വഴി, ഒരു CI/CD സിസ്റ്റം വഴി ഇത് ഒരു ഡിപ്ലോയ്മെൻറ്റ് ടാർഗറ്റിലേക്ക് EC2യിലേക്ക് ഡിപ്ലോയ് ചെയ്ത് കഴിഞ്ഞാൽ ബേസ്ഡ് ഓൺ ദ നീഡ്സ് EC2 ഇൻസ്റ്റൻസസ് സ്കെയിൽ അപ്പ് ചെയ്യാനും സ്കെയിൽ ഡൗൺ ചെയ്യാനും പറ്റും. സോ അത്ര അഡ്വാൻറ്റേജസ് ഇനിഷ്യലി തന്നെ ഈ ക്ലൗഡ് മോഡേണൈസേഷൻ്റെ ഭാഗമായിട്ട് ഓർഗനൈസേഷൻസിന് കിട്ടുന്നുണ്ട്. അതുകൊണ്ടാണ് ക്ലൗഡിലേക്ക് മിക്കവാറും ഉള്ളവരൊക്കെ ഒരു മൈഗ്രേഷൻ നടത്തുന്നതും ആ ഒരു രീതിയിലാണ്. സോ ഈ ഒരു സ്റ്റേജിലാണ് ഞാൻ പറഞ്ഞത്, ഈ പറഞ്ഞ പോലെ ഡെഫിനേഷൻസ് ഓഫ് പ്രൈവറ്റ് ആൻഡ് പബ്ലിക് സബ്നെറ്റ്സ് ഇമ്പോർട്ടൻ്റ് ആണ്. അതിൽ CIDR പ്ലാനിങ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ റൂട്ട് ടേബിൾ ഡെഫിനേഷൻസ് ഉണ്ട്. ഇതൊക്കെ ആക്സസ് കൺട്രോൾ ഇംപ്ലിമെൻറ്റേഷൻസ് ആണ്. സോ ഇതൊക്കെ കറക്റ്റ് ഇംപ്ലിമെൻറ്റ് ചെയ്യണം. പിന്നെ സെക്യൂരിറ്റി ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നത് റൂട്ട് ടേബിൾ, പ്രോപ്പറായിട്ടുള്ള റൂട്ട് ടേബിളും പിന്നെ സെക്യൂരിറ്റി ഗ്രൂപ്പ്സും നെറ്റ്വർക്ക് ACLസും ഡിഫൈൻ ചെയ്യാൻ പറ്റും. സോ ഇതെല്ലാം കറക്റ്റ് ഡിഫൈൻ ചെയ്ത് കഴിഞ്ഞാൽ സോൺസ് അതിൻ്റെ ബേസിക് ഫൗണ്ടേഷൻ റെഡിയായി. പിന്നെ ഈ ആപ്ലിക്കേഷൻ ഇവോൾവ് ചെയ്യാൻ നേരത്ത് ഒരു VPC മാത്രം സഫീഷ്യൻ്റ് ആവില്ല. ഈവൻ ഒരു സിംഗിൾ ആപ്ലിക്കേഷന് പോലും ചിലപ്പോൾ മൾട്ടിപ്പിൾ VPCs ഒക്കെ വേണ്ടി വന്നേക്കാം. സോ അങ്ങനെ കേസിൽ ഒരു പരിധിയിൽ കൂടുതൽ VPCs ആയിക്കഴിഞ്ഞാൽ, എസ്പെഷ്യലി ഒരു 10 or more VPCs ഒക്കെ ആയിക്കഴിഞ്ഞാൽ, ഇതിനെ തമ്മിൽ കണക്ട് ചെയ്യേണ്ടതായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതിനു വേണ്ടി ഒരു സർവീസ് യൂസ് ചെയ്യുന്നതിനാണ് VPC പിയറിംഗ് എന്നാണ് പറയുന്നത്. ഇതും ഇതിനകത്ത് ഈ പറഞ്ഞ AWS കോൺസോളിനകത്തൊക്കെ എടുക്കാൻ പറ്റും. VPC പിയറിംഗ് വെച്ചിട്ട് മൾട്ടിപ്പിൾ VPCs തമ്മിൽ, വിർച്വൽ പ്രൈവറ്റ് ക്ലൗഡ്സ് തമ്മിൽ കണക്ട് ചെയ്യാം. സോ ഇവിടുത്തെ ഈ ടേംസ് തന്നെ മൈൻഡിൽ ആലോചിച്ച് കഴിഞ്ഞാൽ ഇതിനെ കാര്യം മനസ്സിലാവും. ഒരു ഫിസിക്കൽ നെറ്റ്വർക്ക് ഡിഫൈൻ ചെയ്യുന്നത് അതിൻ്റെ കേബിൾസ് ക്രിമ്പ് ചെയ്ത് തമ്മിൽ കണക്ട് ചെയ്ത് സ്വിച്ചസ് റൂട്ടർ അതുവഴിയൊക്കെ കണക്ട് ചെയ്താണ് കിട്ടുന്നെങ്കിൽ, ഇൻ ക്ലൗഡ് അത് സോഫ്റ്റ്വെയർ ഡിഫൈൻഡ് ആയിട്ട് വിർച്വൽ പ്രൈവറ്റ് ക്ലൗഡ് എന്നുള്ള ഒരു കൺസെപ്റ്റിലാണ് ചെയ്തിരിക്കുന്നത്. AWS ബിഹൈൻഡ് ദ സീൻ കറസ്പോണ്ടിങ് ഇൻഫ്രാസ്ട്രക്ചറും ഹാർഡ്വെയറും ഒക്കെ ഡിപ്ലോയ് ചെയ്തോളും. സോ അത് വിതിൻ സെക്കൻഡ്സ് ആയിരിക്കും സംഭവിക്കുന്നത്. കാരണം ഇതെല്ലാം ഡിഫൈൻ ചെയ്യുന്നത് നിങ്ങൾക്ക് ക്ലൗഡ് ഫോർമേഷൻ വെച്ചിട്ട് ഡിഫൈൻ ചെയ്യാൻ പറ്റും. സോ ഓർഗനൈസേഷൻസിൽ ഇത് മാനുവലായിട്ട് ഈ കോൺസോളിൽ പോയി ആയിരിക്കില്ല ക്രിയേറ്റ് ചെയ്യുന്നത്. അവരത് ഒരു ക്ലൗഡ് ഫോർമേഷൻ അല്ലെങ്കിൽ ടെറാഫോം എന്നൊക്കെ പറഞ്ഞ ഒരു കോഡിങ് ഒരു കോഡിംഗ് സിസ്റ്റം ഉണ്ട്. അതുവഴി അതൊരു ആക്ച്വലി ഒരു ഡിപ്ലോയ്മെൻറ്റ് മോഡലാണ്. സോ അതിനൊരു സിൻടാക്സ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് വെച്ചിട്ടാണ് ഇത് ഡിഫൈൻ ചെയ്യുന്നത്. സോ ഇത് ഡിഫൈൻ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഏത് VPC വേണം, അതിന് എത്ര സബ്നെറ്റ് വേണം, ഇതൊക്കെ അതിൽ YAML ഫോർമാറ്റിൽ ഡിഫൈൻ ചെയ്യുന്നുണ്ട്. JSON ഫോർമാറ്റിലും സപ്പോർട്ട് ചെയ്യും. AWSൽ ഒരു സെക്ഷൻ, ഒരു സർവീസ് തന്നെ അതിന് വേണ്ടിയുണ്ട്, ക്ലൗഡ് ഫോർമേഷൻ എന്നാണ് പറയുന്നത്. അവിടെ നിങ്ങൾക്ക് ഇതൊക്കെ ഡിഫൈൻ ചെയ്യാൻ പറ്റും. ഇന്നത്തെ കേസിൽ അത് വളരെ എളുപ്പമാണ്, കാരണം ഏതെങ്കിലും ഒരു ജനറേറ്റീവ് AI ടൂൾ വെച്ചിട്ട് ഒരു പ്രോംപ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ ഈ പറഞ്ഞ YAML, ക്ലൗഡ് ഫോർമേഷൻ YAML അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ടെറാഫോമിൻ്റെ YAML എല്ലാം അതിനെ ക്രിയേറ്റ് ചെയ്ത് തരും. സോ ഓൺസ് അത് വെച്ചിട്ട് നമുക്ക് ഡിഫൈൻ ചെയ്യാം. സോ ഇതൊക്കെ ഇതൊന്നും അല്ലാതെ തന്നെ മാനുവലി നമുക്ക് ഈ പറഞ്ഞ പോലെ കൺസോളിൽ പോയിട്ട് മാനുവലി ക്ലിക്ക് ചെയ്തും ക്രിയേറ്റ് ചെയ്യാം. ബട്ട് ഇൻ എഫക്റ്റ് ഫൈനലി ഇതൊക്കെ ഒരു ക്ലൗഡ് ഫോർമേഷൻ റിസോഴ്സായി മാറ്റിയായിരിക്കും ഡിപ്ലോയ് ചെയ്യുന്നത് അല്ലെങ്കിൽ സെറ്റ് ചെയ്യുന്നത്. കാരണം ഇൻഫ്രാസ്ട്രക്ചർ ആസ് എ കോഡ് എന്നുള്ളത് ഒരു ഇമ്പോർട്ടൻറ്റ് കൺസിഡറേഷനാണ്. അത് AWSൻ്റെ ആർക്കിടെക്ചർ പ്രിൻസിപ്പിളിലും അത് പറയുന്നുണ്ട്. കാരണം ഏതൊരു റിസോഴ്സാണോ ക്രിയേറ്റ് ചെയ്യുന്നത് അത് മാനുവലി ചെയ്യുന്നത് ഒഴിവാക്കണം എന്നാണ്. കാരണം ഇനിഷ്യൽ അത് ട്രൈ ഔട്ട് ചെയ്യാൻ മാനുവലി ചെയ്യാം, അല്ലെങ്കിൽ ടെസ്റ്റ് ചെയ്യാനോ അങ്ങനെ മാനുവലി ക്രിയേറ്റ് ചെയ്യാം. സോ ഫൈനലി ഇത് ഡിപ്ലോയ്മെൻറ്റ് സ്റ്റേജിലേക്ക് വരുമ്പോൾ, പ്രൊഡക്ഷനിലേക്ക് പോകുന്നത് ഒരു ഇൻഫ്രാസ്ട്രക്ചർ ആസ് എ കോഡ് ഫോർമാറ്റിലായിരിക്കണം. കാരണം അതിൻ്റെ ഒരു റീസൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ, വൺസ് ഇത് ഒരു സോഫ്റ്റ്വെയർ കോഡ് ഫോർമാറ്റിലായിക്കഴിഞ്ഞാൽ അതിന് നമുക്ക് നമ്മുടെ ഇഷ്ടമനുസരിച്ച് അതിനെ
മോഡിഫൈ ചെയ്യുവാനും ഈവൻ എന്തെങ്കിലും പ്രശ്നം വന്നു കഴിഞ്ഞാൽ അതിനെ തിരിച്ച് റിവേർട്ട് ചെയ്യാനും വളരെ ഈസിയാണ്. അതേസമയം മാനുവലായിട്ടാണ് ഇത് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ റിവേർട്ടിങ് വളരെ ഡിഫിക്കൽട്ടായിട്ട് വരും. കാരണം മൾട്ടിപ്പിൾ സ്റ്റെപ്സ് നമുക്ക് ട്രാക്ക് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് വരും. ഇത് സോഫ്റ്റ്വെയർ ഡിഫൈൻഡ് ആകുമ്പോൾ എല്ലാം അതിൽ തന്നെ ഉണ്ട്. സോഴ്സ് കൺട്രോളിൽ നമ്മൾ ഒരു ഹിസ്റ്ററി ലോഗ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ എന്തൊക്കെ ചേഞ്ചസ് ആണ് വരുത്തിയത്, അല്ലെങ്കിൽ ഏതെങ്കിലും സ്പെസിഫിക് പാർട്ടിലേക്ക് നമുക്ക് പോകണം, അല്ലെങ്കിൽ ആ ഒരു മോഡ് ഡിപ്ലോയ് ചെയ്യണം, അതിനൊക്കെയാണ് റിലീസ് എന്ന് പറയുന്നത്. അങ്ങനെയൊക്കെ ചെയ്യാൻ ഇത് വെച്ചിട്ട് സാധിക്കും. പിന്നെ ഈ മോഡേണൈസേഷൻ്റെ കേസ് തന്നെ പറഞ്ഞപ്പോൾ ഉള്ള ഒരു കാര്യമാണ്, എല്ലാ ഓർഗനൈസേഷൻസിനും കംപ്ലീറ്റ്ലി അറ്റോൺസ് ഈ പറഞ്ഞ പോലെ ക്ലൗഡിലേക്ക് പോകേണ്ടുന്ന ഒരു സാധ്യത കുറവാണ്. കാരണം അവർ ഒരു സ്റ്റേജ് ബൈ സ്റ്റേജ് ആയിട്ടായിരിക്കും ക്ലൗഡിലേക്ക് പോകുന്നത്. പുതിയ സർവീസസൊക്കെയാണ് ആപ്ലിക്കേഷൻ ഡെവലപ്മെൻറ്റ് എൻറ്റയർലി ക്ലൗഡിൽ സ്റ്റാർട്ട് ചെയ്യുകയാണ്. ഫോർ എക്സാമ്പിൾ ഈ മൈക്രോ സർവീസ് മോഡ്യൂൾ, അങ്ങനെയുള്ള എന്തെങ്കിലും മൈക്രോ സർവീസ് മോഡ്യൂൾ പോലെയുള്ള എന്തെങ്കിലും ഒരു പ്രൊജക്റ്റ്, അങ്ങനെയൊക്കെ ഉള്ളത് എൻറ്റയർലി ഫ്രം സ്ക്രാച്ച് ക്ലൗഡിലാണ് സ്റ്റാർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ കംപ്ലീറ്റ്ലി ക്ലൗഡിൽ തന്നെ ആയിരിക്കും. ബട്ട് സം ഓർഗനൈസേഷൻ അവരുടെ ലെഗസി പ്രൊജക്ട്സ് സ്ലോലി ആയിട്ടായിരിക്കും അവർ മൈഗ്രേറ്റ് ചെയ്യുന്നത്. സോ അതിൻ്റെ പാർട്ടായിട്ട് ഫസ്റ്റ് ഒരു പാർട്ട് അവർ ഈ ക്ലൗഡിലേക്ക് മൈഗ്രേറ്റ് ചെയ്ത് അത് ഒന്ന് ടെസ്റ്റ് ചെയ്തിട്ടൊക്കെ നോക്കും. സോ ഇങ്ങനെയുള്ള സിനാരിയോസിൽ ഒരു ഹൈബ്രിഡ് മോഡിൽ വർക്ക് ചെയ്യേണ്ടതായിട്ട് വരും. കുറച്ച് ഭാഗം ലോക്കലിയും കുറച്ച് ഭാഗം ലോക്കലി എന്ന് പറയുമ്പോൾ ഓൺ പ്രമിസസും കുറച്ച് ഭാഗം ഇത് ക്ലൗഡിലും ആയിട്ട് വർക്ക് ചെയ്യേണ്ടതായിട്ടുള്ള കേസ് വരാൻ നേരത്തെ ഇതിനെ തമ്മിൽ കണക്ട് ചെയ്യുന്ന ഒരു ഡിഫറെൻറ്റ് സർവീസസും AWS പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതാണ് ഡയറക്റ്റ് കണക്റ്റ് എന്ന് പറഞ്ഞൊരു സർവീസുണ്ട്. പിന്നെ വിർച്വൽ പ്രൈവറ്റ് നെറ്റ്വർക്ക് എന്ന് പറഞ്ഞ കണക്റ്റ് ഉണ്ട്. ഇങ്ങനത്തെ കുറച്ച് സർവീസസ് വച്ചിട്ട് നിങ്ങളുടെ ലോക്കൽ ഓൺ പ്രമിസ് ഇൻഫ്രാസ്ട്രക്ചർ ഓർഗനൈസേഷൻസിനകത്തിരിക്കുന്ന ഒരു ഹോസ്റ്റഡ് ആയിട്ടുള്ള നെറ്റ്വർക്കിനെ AWSലേക്ക് കണക്ട് ചെയ്യാൻ പറ്റും. ഇതിൻ്റെ യൂസേജ് പല ഓർഗനൈസേഷനും പല രീതിയിൽ ചെയ്യുന്നുണ്ട്. ക്രിട്ടിക്കലായിട്ട് കംപ്ലയൻസ് റിലേറ്റഡ് ആയിട്ടുള്ള സെക്യൂർഡ് ഡേറ്റ അവർ ലോക്കലി സ്റ്റോർ ചെയ്യുന്നു. പിന്നെ അതിൻ്റെ ഒരു എക്സ്റ്റൻഷൻ പോലെ ക്ലൗഡ് സ്റ്റോർ ചെയ്യുന്ന ആ ഒരു കേസസ് ഉണ്ട്. പിന്നെ ചില കേസസിൽ ഞാനിപ്പം ഡിഫൈൻ ചെയ്ത പോലെ ഒരു ആപ്ലിക്കേഷൻ്റെ ഒരു പാർട്ട് ലോക്കലി തന്നെയായിരിക്കും സ്റ്റിൽ വർക്ക് ചെയ്യുന്നത്. ഒരു പാർട്ട് മോഡേണൈസേഷൻ്റെ പാർട്ടായിട്ട് അവർ മോഡേണൈസ് ചെയ്ത് ഇനി അത് സക്സസ് ആവുന്നതനുസരിച്ച് അടുത്ത പാർട്ട് മോഡേണൈസ് ചെയ്യും. സോ ഇങ്ങനെയുള്ള കേസിൽ ക്ലൗഡിലും ഈ പറഞ്ഞ പോലെ ഓൺ പ്രമിസസിലും ആയിട്ടായിരിക്കും ഉണ്ടാവുന്നത്. സോ നമ്മൾ ഇപ്പോൾ ഒരു 3-4 സർവീസിനെ കുറിച്ച് ഇപ്പോൾ ഡിസ്കസ് ചെയ്തു. VPC, സബ്നെറ്റ്, പിന്നെ അതിൻ്റെ ആക്സസ് കൺട്രോൾസ്, ACLs, സെക്യൂരിറ്റി ഗ്രൂപ്പ്, പിന്നെ ഡിഫൈൻ ചെയ്ത കാര്യമാണ് ഈ ട്രാൻസിറ്റ് ഗേറ്റ് വേ എന്ന് പറയുന്നത്. അതായത് ഒരു പരിധി കൂടുതൽ VPCs വന്നു കഴിഞ്ഞാൽ അതിനെ തമ്മിൽ കണക്ട് ചെയ്യാൻ ഈ ട്രാൻസിറ്റ് ഗേറ്റ് വേ എന്ന് പറഞ്ഞ ഒരു സർവീസാണ് യൂസ് ചെയ്യുന്നത്. അത് വെച്ചിട്ട് തമ്മിൽ കണക്ട് ചെയ്യാൻ പറ്റും. കാരണം അത് കുറച്ചുകൂടെ ഒരു ഹബ്ബ് പോലെ കണക്ട് ചെയ്യാൻ പറ്റും. എന്നിട്ട് ഒരു സിംഗിൾ പോയിൻ്റ് ഓഫ് മാനേജ്മെൻറ്റും ആ സർവീസ് തരുന്നുണ്ട്. സോ അത് കുറച്ചുകൂടെ ഒരു കോംപ്ലക്സിറ്റി കുറയ്ക്കും. അതേസമയം VPC പിയറിങ് ആണെന്നുണ്ടെങ്കിൽ സിമ്പിൾ സിനാരിയോസിന് അത് ഓക്കെയാണ്. ഫ്യൂ VPCs ഒക്കെ ആണെങ്കിൽ തമ്മിൽ കണക്ട് ചെയ്യാൻ ഓക്കെയാണ്. തമ്മിൽ ഒരു കണക്ഷനാണ് അങ്ങോട്ടും ഇങ്ങോട്ടും ഉള്ളത്. പക്ഷെ ഒരുപാട് VPCs ആവാൻ നേരത്ത് VPC പിയറിങ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു എന്താ പറയുക, ഒരു സ്പൈഡർ പോലെയുള്ള ഒരു രീതിയിൽ ഒരുപാട് കണക്ഷൻസ് അങ്ങോട്ടും ഇങ്ങോട്ടും ആവും. ഇപ്പം ഒരു ഭയങ്കര ബുദ്ധിമുട്ടായിട്ടുള്ള ഒരു കേസസ് വരാൻ ചാൻസ് ഉണ്ട്. പിന്നെ ഇതൊക്കെയാണ് ഇതിൻ്റെ ഫൗണ്ടേഷണൽ ആയിട്ടുള്ള സർവീസസ് എന്ന് പറയുന്നത്. സോ ഇതൊക്കെ ഡിഫൈൻ ചെയ്യുന്നത് മാനുവലി ആയിരിക്കില്ല. ഈ പറഞ്ഞ പോലെ ക്ലൗഡ് ഫോർമേഷനോ ടെറാഫോം വെച്ചിട്ടായിരിക്കും ഡിഫൈൻ ചെയ്യുന്നത്. ആൻഡ് ഓൾസോ ഡിപ്ലോയ്മെൻറ്റും സോഴ്സ് കൺട്രോൾ വഴിയായിരിക്കും ഡിപ്ലോയ് ചെയ്യുന്നത്. സോ ഇതിൻ്റെ ഒരു ക്ലൗഡ് ഫോർമേഷൻ സ്ക്രിപ്റ്റ് എന്ന് പറയും. ആ ഒരു സ്ക്രിപ്റ്റിൽ YAML ഫോർമാറ്റിലായിരിക്കും ഇത് ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. വൺസ് അത് ആ ഒരു YAML ഫോർമാറ്റിൽ ആ ഒരു കാര്യം റെഡിയായി കഴിഞ്ഞാൽ ഇതിൻ്റെ ഒരു ബെനിഫിറ്റ്സ് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൽ നമുക്ക് പാരാമീറ്റേഴ്സ് ഡിഫൈൻ ചെയ്യാൻ പറ്റും ആ ക്ലൗഡ് ഫോർമേഷനിൽ. സോ നമുക്ക് വേണ്ടുന്ന രീതിയിൽ നമുക്ക് വേണ്ടുന്ന തരത്തിൽ നമുക്ക് കസ്റ്റമൈസബിളായിട്ട് പാരാമീറ്റേഴ്സ് ഡിഫൈൻ ചെയ്ത്, ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നമുക്ക് ഒരു 5-6 ഇൻസ്റ്റൻസസ് EC2 ഇന്ന സബ്നെറ്റിനകത്ത് ക്രിയേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ നമ്പർ ഓഫ് ഇൻസ്റ്റൻസസ് എന്നുള്ളത് ഒരു പാരാമീറ്ററായിട്ട് ഡിഫൈൻ ചെയ്ത് ക്ലൗഡ് ഫോർമേഷനിൽ സെറ്റ് ചെയ്ത് വയ്ക്കും.
അതിൻ്റെ ഒരു ബെനിഫിറ്റ്സ് എന്ന് പറഞ്ഞാൽ നമുക്ക് ക്ലൗഡ് ഫോർമേഷൻ ആവശ്യമുള്ള സമയത്ത് ഡിപ്ലോയ് ചെയ്യാൻ നേരത്ത് എത്ര ഇൻസ്റ്റൻസ് വേണമെന്നുള്ളത് പറഞ്ഞു കൊടുക്കാൻ പറ്റും. ഇതാണ് ഈ ഇൻഫ്രാസ്ട്രക്ചർ ആസ് എ കോഡ് എന്ന് പറയുന്ന ഒരു അപ്രോച്ചിൻ്റെ ഒരു ബെനിഫിറ്റ്സ്. അത് ഈ വെൽ ആർക്കിടെക്റ്റഡ് പ്രിൻസിപ്പിളിൽ പറയുന്ന ഒരു മെയിൻ അപ്രോച്ചുമാണ്. പിന്നെ ലീസ്റ്റ് ആക്സസ് പ്രിൻസിപ്പിൾ അല്ലെങ്കിൽ സീറോ ട്രസ്റ്റ് പ്രിൻസിപ്പിൾ എന്ന് പറയുന്ന കൺസെപ്റ്റ്സും പോപ്പുലറാണ്. സോ ഇനി കുറച്ച് കസ്റ്റമേഴ്സ് ഓൾറെഡി ഇതൊക്കെ യൂസ് ചെയ്യുന്ന കുറച്ച് കസ്റ്റമേഴ്സിനെ കുറിച്ച് ജസ്റ്റ് ഒന്ന് നോക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഇതിനെക്കുറിച്ചൊരു ബേസിക് ഐഡിയ കിട്ടും. അതിൽ ചില കസ്റ്റമേഴ്സ് ഫിനാൻഷ്യൽ സർവീസസിൽ നോക്കുകയാണെങ്കിൽ JP Morgan എന്ന് പറയുന്ന കസ്റ്റമർ, അവരുടെ നെറ്റ്വർക്ക് ആർക്കിടെക്ചർ അറൗണ്ട് 40+ കൺട്രീസിൽ അക്രോസ് ഉണ്ട്. ഒരു ഗ്ലോബൽ ലെവലിലാണ്. അവർ ഇതുപോലെ PPCs, ട്രാൻസിറ്റ് ഗേറ്റ്വേ, ഡയറക്റ്റ് കണക്റ്റ്, നേരത്തെ പറഞ്ഞ ഹൈബ്രിഡ് സിനാരിയോ ഉള്ള സ്ഥലങ്ങളിൽ ഡയറക്റ്റ് കണക്റ്റ്, പിന്നെ ആമസോൺ റൂട്ട് 53 എന്ന് പറഞ്ഞ ഒരു സർവീസ് അവർ യൂസ് ചെയ്യുന്നുണ്ട്. ഇത് റൂട്ട് 53 നമ്മൾ ഡിസ്കസ് ചെയ്തില്ല. ബേസിക്കലി അത് ഒരു DNS റിസോൾവർ പോലെയാണ് വർക്ക് ചെയ്യുന്നത്. സോ ഏതെങ്കിലും സ്പെസിഫിക് സ്ഥലങ്ങളിലേക്ക് റൂട്ട് ചെയ്യണം അങ്ങനെയൊക്കെയുള്ള കേസിൽ അത് ആ ഒരു റൂട്ട് 53 അത് അവർ ഡിഫൈൻ ചെയ്യും. സോ ട്രാഫിക് അങ്ങോട്ടേക്ക് ഡിഫൈൻ ചെയ്യും. പിന്നെ ഇതിൽ പറയാത്ത ഒരു സർവീസ് വേറെ ഒരു കസ്റ്റമറിൻ്റെ ഒരു കേസ് സ്റ്റഡി നമുക്ക് എടുക്കുമ്പോൾ മനസ്സിലാക്കുക. അതായത് Disney+, Hotstar, അവർ യൂസ് ചെയ്യുന്ന ആമസോൺ ക്ലൗഡ് ഫ്രണ്ട് യൂസ് ചെയ്യുന്നുണ്ട്, ആമസോൺ ഗ്ലോബൽ ആക്സിലറേറ്റർ, പിന്നെ VPCs, ട്രാൻസിറ്റ് ഗേറ്റ്വേ അങ്ങനെയുള്ള ഒക്കെ യൂസ് ചെയ്യുന്നുണ്ട്. ഇതിൽ എടുത്തു പറയേണ്ടത് ഇവർക്ക് 100 മില്യൺ സബ്സ്ക്രൈബേഴ്സ്, 100 മില്യണിന് പുറത്ത് സബ്സ്ക്രൈബേഴ്സ് ഉണ്ട്. മാത്രമല്ല ഇവരുടെ കസ്റ്റമേഴ്സ് ഒരു ഗ്ലോബൽ ലെവലിലാണ് ഉള്ളത്. പല സ്ഥലങ്ങളിൽ ആണ് ഇങ്ങനെ സ്പ്രെഡായി കിടക്കുകയാണ്. സോ അതുകൊണ്ട് ഈ ആമസോൺ ക്ലൗഡ് ഫ്രണ്ട് എന്ന് പറഞ്ഞ ഒരു സർവീസും ആമസോൺ AWS ഗ്ലോബൽ ആക്സിലറേറ്റർ എന്ന് പറഞ്ഞ സർവീസും രണ്ടുപേരും യൂസ് ചെയ്യുന്നുണ്ട്. ക്ലൗഡ് ഫ്രണ്ട് എന്ന് പറയുമ്പോൾ അതിൻ്റെ ഒരു ബെനിഫിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി ഇത് ഏറ്റവും ക്ലോസസ്റ്റ് ആയിട്ടുള്ള എഡ്ജ് ലൊക്കേഷനിൽ നിന്ന് കണ്ടൻറ്റ് സെർവ് ചെയ്യും. അവിടെ ക്യാഷും ഇതിന് ചെയ്യാൻ പറ്റും ഈ സർവീസിന്. സോ ചിലപ്പോൾ ഈ വീഡിയോ കണ്ടൻസ് ഒക്കെ വരുന്നത് ഏറ്റവും അടുത്തുള്ള ഒരു ലൊക്കേഷനിൽ നിന്നായിരിക്കും സെർവ് ചെയ്യുന്നത്. സോ ഇത് വീഡിയോ സ്റ്റാർട്ടപ്പ് ടൈം 35% റെഡ്യൂസ് ചെയ്യാൻ പറ്റും. പിന്നെ അതേപോലെ തന്നെ ഇത് കാരണം ഈ റിലീസൊക്കെ വരുന്ന സമയത്ത്, പോപ്പുലർ കണ്ടൻറ്റൊക്കെ റിലീസ് ചെയ്യുന്ന സമയത്ത് ട്രാഫിക് സ്പൈക്ക് കൂടാനായിട്ട് ചാൻസ് ഉണ്ട്. ആ സമയങ്ങളിൽ ഈ പറഞ്ഞ AWSൻ്റെ എല്ലാ നെറ്റ്വർക്കിംഗ് സർവീസസും സ്കെയിലബിളാണ്. സോ ഓട്ടോമാറ്റിക്കായിട്ട് ഈ റിസോഴ്സിൻ്റെ നീഡ് അനുസരിച്ച്, ഈ ഒരു ഡിമാൻഡ് അനുസരിച്ച് അത് ഓട്ടോമാറ്റിക് സ്കെയിലാവുകയും ചെയ്യും. സോ ഇതിൻ്റെ ബെനിഫിറ്റ് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ അറൗണ്ട് 99.99% അവൈലബിലിറ്റി വിത്ത് ഓട്ടോമാറ്റിക് ഫെയിൽ ഓവർ ക്യാപ്പബിലിറ്റീസും ഇതിനുണ്ട്. സോ നെറ്റ്വർക്ക് സർവീസസ് അതുപോലെ തന്നെ മറ്റ് സർവീസസൊക്കെ ഡിഫൈൻ ചെയ്യുന്ന സമയത്ത് ഹൈ അവൈലബിലിറ്റി കൂടി കൺസിഡർ ചെയ്യേണ്ടതായിട്ടുണ്ട്. കാരണം ഇതൊക്കെ ഒരു റീജിയൻ സ്പെസിഫിക് ആയിട്ടുള്ള സർവീസസ്, എസ്പെഷ്യലി ചില നെറ്റ്വർക്കിംഗ് സർവീസസ് ഡിഫൈൻ ചെയ്യുമ്പോൾ അത് ആ ഒരു സ്പെസിഫിക് റീജിയനിലുള്ള ഒരു സർവീസ് ആയിരിക്കും. ഇൻ കേസ് ആ റീജിയൻ ഡൗൺ ആവുകയാണെങ്കിൽ എന്താ സംഭവിക്കുന്നത് കൂടി കൺസിഡർ ചെയ്യണം. സോ നോർമൽ ആപ്ലിക്കേഷന് ഒരു ഡൗൺ ടൈം വന്നു കഴിഞ്ഞാൽ അത് റിക്കവർ ചെയ്യാൻ ഓക്കെ ആണെന്നുണ്ടെങ്കിൽ ഓക്കെയാണ്. ബട്ട് ഈ ഒരു ഡൗൺ ടൈം വരാനുള്ള ചാൻസ് വളരെ കുറവാണ്. ബട്ട് സ്റ്റിൽ ഹൈ അവൈലബിലിറ്റി ആപ്ലിക്കേഷൻസൊക്കെ ഇത് രണ്ടും കൂടി കൺസിഡർ ചെയ്തിട്ടായിരിക്കും നെറ്റ്വർക്ക് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. സോ ആ ഒരു കാര്യവും ഈ പറഞ്ഞ വെൽ ആർക്കിടെക്റ്റഡ് പ്രിൻസിപ്പിൾസിൽ പറയുന്നുണ്ട്. പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട അടുത്തൊരു ഇമ്പോർട്ടൻ്റ് സർവീസ് കൂടി ഇതിൽ പറയേണ്ടതായിട്ടുണ്ട്. അതാണ് മോണിറ്ററിങ് റിലേറ്റഡ് സർവീസസ്. സോ AWSൽ ബൈ ഡിഫോൾട്ട് തന്നെ ഇതിൻ്റെ ഡിസൈൻ എല്ലാം സെക്യൂർഡ് ആയിട്ട് ആണ് ചെയ്തിരിക്കുന്നത്. സോ ഈ ട്രാഫിക് ഡേറ്റ മൂവ് ചെയ്യുന്ന സമയത്ത് ഇൻ ട്രാൻസിറ്റിൽ അത് എൻക്രിപ്റ്റഡ് ആയിരിക്കും. ഒപ്പം തന്നെ AWS സെക്യൂരിറ്റി ഇംപ്ലിമെൻ്റ് ചെയ്തിരിക്കുന്നത് IAM എന്ന് പറയുന്ന ഐഡൻറ്റിറ്റി ആൻഡ് ആക്സസ് മാനേജ്മെൻറ്റ് സർവീസ് മുഖേനയാണ്. സോ ഈ IAMൽ ഡിഫറെൻറ്റ് പ്രൊവൈഡേഴ്സിനെ ഇൻ്റഗ്രേറ്റ് ചെയ്യാൻ പറ്റും. ഈ പറഞ്ഞ Office 365, Azure AD അങ്ങനെയുള്ള പല ഇൻ്റഗ്രേഷൻസും അതുമായിട്ട് കണക്ട് ചെയ്യാനും അതിലുള്ള യൂസേഴ്സ് ഓതൻറ്റിക്കേറ്റ് ചെയ്യാനും സാധിക്കും. ഇത് കൂടാതെ തന്നെ കസ്റ്റം ഓതൻറ്റിക്കേഷനും ചെയ്യാൻ പറ്റും. സോ ഇങ്ങനെയുള്ളതുകൊണ്ട് ആരൊക്കെ എന്തൊക്കെയാണ് ചേഞ്ച് വരുത്തുന്നത് എന്നുള്ളത്, എന്തെങ്കിലും മാറ്റം ഒരു നെറ്റ്വർക്ക് സർവീസിൽ വരികയാണോ അങ്ങനെയൊക്കെ ഉള്ളതൊക്കെ ഒരു ഓഡിറ്റ് ലോഗ് പോലെ ക്ലൗഡ് ട്രയൽ എന്ന് പറഞ്ഞ സർവീസും ഒപ്പം തന്നെ ക്ലൗഡ് വാച്ച് എന്ന് പറഞ്ഞ സർവീസും ഒക്കെ നൽകും. ഇത് കൂടാതെ ട്രബിൾ ഷൂട്ടിങ്ങിന് VPC ഫ്ലോ ലോഗ് എന്ന് പറയുന്ന ഒരു സർവീസ് കൂടി AWS കൊടുക്കുന്നുണ്ട്.
അത് സെക്യൂരിറ്റി അനാലിസിസിനും അതുപോലെ തന്നെ ട്രബിൾ ഷൂട്ടിങ്ങിനും ഒരുപാട് യൂസ് ചെയ്യുന്ന ഒരു ഹെൽപ്ഫുള്ളായിട്ടുള്ള സർവീസാണ്. ഈ സർവീസ് കാരണം ഉള്ളതുകൊണ്ട് ഈ എക്സിസ്റ്റിംഗ് ട്രാഫിക് പാറ്റേൺസും സെക്യൂരിറ്റി ഇഷ്യൂസും പെർഫോമൻസ് ഒപ്റ്റിമൈസേഷനും ഒക്കെ അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ പറ്റും. സോ ഇതൊരു കൈൻഡ് ഓഫ് ഒരു സെക്യൂരിറ്റി ക്യാമറ സിസ്റ്റമായിട്ട് വേണമെങ്കിൽ ഇതിനെ ഉപമിക്കാൻ പറ്റും. കാരണം ഇത് എന്തൊക്കെയാണോ ഈ ഒരു നെറ്റ്വർക്ക് വഴി നടത്തുന്നത് ഇതെല്ലാം ഇത് വാച്ച് ചെയ്യുന്നത് ആയിരിക്കും. പിന്നെ ഇനി നെക്സ്റ്റ് വേറെ കുറച്ച് കാര്യങ്ങൾ കൂടി പറയാനുള്ളത്, ഓർഗനൈസേഷൻ ഇപ്പം AWS എന്ന് പറയുന്നത് അവർ ഇനിഷ്യലി ഈ സർവീസസൊക്കെ തന്നെ അവരുടെ AWSൻ്റെ മറ്റ് സർവീസസിനെ, അതായത് ആമസോൺ പോലെയുള്ള സർവീസസിനെ സപ്ലിമെൻ്റ് ചെയ്യാൻ വേണ്ടി ക്രിയേറ്റ് ചെയ്ത ഒരു അപ്രോച്ചായിരുന്നു. സോ അവർക്കൊരു മാസീവ് സ്കെയിലായിട്ടുള്ള ഡേറ്റ ഒരു ആർക്കിടെക്ചറാണ് അവർ ഇൻറ്റേർണലി തന്നെ അവർക്ക് ആവശ്യമുള്ളത്. അവരുടെ സ്കെയിലബിൾ അത്രയും ഹൈ ആണ്. ഒരുപാട് സർവീസ് ഉണ്ട്, പെറ്റാബൈറ്റ്സ് ഓഫ് ഡേറ്റ ഉണ്ട്. അതുപോലെ തന്നെ ഈവൻ മേജർ ഇവൻറ്റ്സ് ടൈമിൽ AWSൻ്റെ സർവീസസ് ആയിട്ടുള്ള പ്രൈം, ആമസോൺ പ്രൈം, അതുപോലെ തന്നെ amazon.com, അതിലൊക്കെ ഈ സെയിൽസ് നടക്കുന്ന സമയം അല്ലെങ്കിൽ റിലീസസ് നടക്കുന്ന സമയത്ത് മാസീവായിട്ടുള്ള ഡേറ്റ ഹാൻഡിൽ ചെയ്യേണ്ടതായിട്ട് ആവശ്യമുണ്ട്. സോ മറ്റ് കസ്റ്റമേഴ്സിനെക്കാളുപരി AWSനായിരിക്കും ഇങ്ങനത്തെ സ്കെയിലബിലിറ്റി ഹാൻഡിൽ ചെയ്യേണ്ടതും ഒപ്പം തന്നെ സെക്യൂർഡായിട്ട് ഹാൻഡിൽ ചെയ്യേണ്ടതായിട്ടുള്ള ഏറ്റവും വലിയൊരു ആവശ്യകത വരുന്നത്. സോ അവരുടെ ഒരു ബെസ്റ്റ് പ്രാക്ടീസസിൻ്റെ ഒരു ഔട്ട്കമാണ് ഈ സർവീസസ് എന്ന് പറയുന്നത്. അത് അവർ ഈ പറഞ്ഞ സർവീസസ് വഴി നമുക്ക് ബാക്കിയുള്ള എൻ്റർപ്രൈസസിനും അത് യൂസ് ചെയ്യാൻ പറ്റും. സോ അത് കാരണം ഇവർ പലതരത്തിലുള്ള കസ്റ്റമേഴ്സിനെ മീറ്റ് ചെയ്യാനായിട്ട് അവരുടെ സെക്യൂരിറ്റി കംപ്ലയൻസ് റിക്വയർമെൻറ്റ്സ് മറ്റ് കാര്യങ്ങളും എല്ലാം ഇതിൽ ഇൻ്റഗ്രേറ്റ് ചെയ്തിട്ടുണ്ട്. യൂഷ്വലി ഫസ്റ്റ് ഓഫ് ഓൾ ദ സ്കെയിലബിലിറ്റി, റിസൈലൻസി, അതുപോലെ തന്നെ എറർ ഹാൻഡിലിംഗ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മറ്റ് കസ്റ്റമേഴ്സിനെക്കാളും ആമസോണിന് തന്നെ AWSന് തന്നെയാണ് അതിൻ്റെ ഒരു പ്രൈമറി കസ്റ്റമർ എന്ന് പറയുന്നത്. ഇൻറ്റേർണലി അവർ തന്നെയാണ് പ്രൈമറി കസ്റ്റമർ. സോ അവർ ഒരു സ്കെയിൽ ചെയ്യുന്ന രീതിയിലാണ്, അങ്ങനെ ഒരു സ്കെയിൽ ചെയ്യുന്ന രീതിയിലാണ് അവർ ഈ ഒരു ആപ്ലിക്കേഷൻ മോഡൽസൊക്കെ ഈ സർവീസസൊക്കെ ഇവോൾവ് ചെയ്തിരിക്കുന്നത്. അതിൻ്റെ ഒരു എക്സാമ്പിളാണ് S3. അൺലിമിറ്റഡ് ആയിട്ട് മാസീവ് ആയിട്ടുള്ള ഒരു സ്റ്റോറേജ് ആവശ്യം വന്നപ്പോൾ S3 ഇൻട്രൊഡ്യൂസ് ചെയ്തു. പിന്നെ ലാംഡ എന്ന് പറഞ്ഞ സർവീസ്, AWS സെർവർലെസ് എന്ന് പറഞ്ഞ സർവീസ്, അതായത് ഇൻഫ്രാസ്ട്രക്ചർ ആബ്സ്ട്രാക്ഷൻ മാക്സിമം അവിടെ നടക്കുകയാണ്. ആ സർവീസിൽ നമ്മൾ ഒന്നും ബോദർ ചെയ്യേണ്ട ആവശ്യമില്ല. ജസ്റ്റ് നമ്മുടെ ബിസിനസ് ലോജിക്സ് കൊടുക്കുക, എത്ര രീതിയിൽ ഇത് സ്കെയിലബിൾ ആവണമെന്നുള്ളതിൻ്റെ ഒരു ബൗണ്ടറി, എത്ര കമ്പ്യൂട്ടർ CPU അല്ലെങ്കിൽ മെമ്മറി എത്ര ലെവലിൽ അത് ഒരു ബേസിക് ബൗണ്ടറി എത്ര വരെ പോകണമെന്ന് ഡിഫൈൻ ചെയ്യുക. റെസ്റ്റ് ഓഫ് ദ തിങ്സ് AWS തന്നെ ഓട്ടോമാറ്റിക് മാനേജ് ചെയ്യും ബേസ്ഡ് ഓൺ ദ നീഡ്സ്. സോ ബാക്കി ഇൻഫ്രാസ്ട്രക്ചർ ലെവൽ കൺസിഡറേഷൻസ് നമ്മൾ ബോദർ ചെയ്യേണ്ടെന്ന് ആവശ്യമില്ല. സോ അതൊരു പിരമിഡ് നോക്കുകയാണെങ്കിൽ അതിൻ്റെ ഏറ്റവും ടോപ്പിലുള്ള ഭാഗം നമ്മൾ ബോദർ ചെയ്യേണ്ടത് ലോജിക്കൽ കാര്യങ്ങളും കറക്റ്റ് ലോജിക്കായിരിക്കണം ആ ഒരു ഇതിൽ വരേണ്ടത്. അങ്ങനത്തെ കുറേ കാര്യങ്ങൾ മാത്രമാണ് ഡിഫൈൻ ചെയ്യേണ്ടതായിട്ട് വരിക. സോ ഇത്തരം കാര്യങ്ങളൊക്കെ AWS തന്നെ അവരുടെ സർവീസസിൽ ഹാൻഡിൽ ചെയ്തിരിക്കുന്നത് കൊണ്ട് കസ്റ്റമേഴ്സിന് അതിൻ്റെ ബെനിഫിറ്റ്സ് മാക്സിമം കിട്ടാൻ പറ്റും. ഒപ്പം തന്നെ കസ്റ്റമേഴ്സ്, AWS ഓൾസോ എ കസ്റ്റമർ ഫസ്റ്റ് കൈൻഡ് ഓഫ് മോഡലാണ് അവർ ചൂസ് ചെയ്ത്. അവരുടെ സെക്യൂരിറ്റി, അവരുടെ ഒരു വെൽ ആർക്കിടെക്ചർ പ്രിൻസിപ്പിളിൽ ഒന്ന് തന്നെയും അത് തന്നെയാണ്. അതായത് കസ്റ്റമേഴ്സ് ഇന്ന് ബാക്ക്വേർഡ്സ് ആയിട്ടാണ് നമ്മൾ ട്രാവൽ ചെയ്തിരിക്കുന്നത്. സോ അത് കാരണം പല കസ്റ്റമേഴ്സിൻ്റെ നീഡായിട്ടുള്ള ഈ കംപ്ലയൻസ് ആൻഡ് ഗവർണൻസ് ഫ്രെയിംവർക്ക്, എസ്പെഷ്യലി HIPAA, റെഗുലേറ്റഡ് ഇൻഡസ്ട്രീസിന് വേണ്ടതായിട്ടുള്ള കംപ്ലയൻസ് പ്രോഗ്രാം, ഇതൊക്കെ തന്നെ ഈ പറഞ്ഞ എല്ലാ സർവീസസിലും ആപ്ലിക്കബിളാണ്, ഇൻ്റഗ്രേറ്റഡ് ആയിട്ട് തന്നെ ഉണ്ട്. ഒപ്പം തന്നെ അഡീഷണൽ സർവീസസ്, എൻ്റർപ്രൈസ് ഗ്രേഡ് സെക്യൂരിറ്റിക്ക് വേണ്ടിയുള്ള അഡീഷണൽ സർവീസസ്, എസ്പെഷ്യലി നെറ്റ്വർക്ക് ട്രാഫിക് എൻക്രിപ്റ്റഡ് ബൈ ഡിഫോൾട്ട് ആയിരിക്കും. പിന്നെ ഒപ്പം തന്നെ നെറ്റ്വർക്ക് ഫയർവാൾ, സെക്യൂരിറ്റി ഹബ്, അങ്ങനെ തുടങ്ങിയ സർവീസസും ഇത് കൂടുതലായിട്ട് ഇതിൽ ഉണ്ട്. അത് ഓൺസ് ഈ പറഞ്ഞ മോഡേണൈസേഷൻ ഇവോൾവ് ചെയ്യുന്നതനുസരിച്ച് ഇത്തരം സർവീസസ് ഗ്രാജുവലി ഈ പറഞ്ഞ പോലെ
എൻ്റർപ്രൈസസ് അവരുടെ ആ ഒരു ആർക്കിടെക്ചറിൽ ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നതായിരിക്കും. ബട്ട് മോണിറ്ററിങ് ഒരു ക്രിട്ടിക്കൽ കമ്പോണൻ്റാണ്. അത് ഫ്രം ഡേ ഫസ്റ്റ് ഓൺവേർഡ്സ് തന്നെ ഇൻക്ലൂഡ് ചെയ്യേണ്ട ആവശ്യകതയും ഈ പറഞ്ഞ AWS വ്യക്തമാക്കുന്നുണ്ട്. കാരണം അൺലെസ് നമുക്കൊരു കറക്റ്റ് രീതിയിലുള്ള ഒരു ഫുൾ മോണിറ്ററിങ് ക്യാപ്പബിലിറ്റി റൈറ്റ് ഫ്രം ദ സ്റ്റാർട്ട് ഇല്ല എന്നുണ്ടെങ്കിൽ എന്തെങ്കിലും പ്രോബ്ലം പറ്റിക്കഴിഞ്ഞാൽ അത് കണ്ടുപിടിക്കാനുള്ള ഒരു ബുദ്ധിമുട്ട് അവിടെ തീർച്ചയായിട്ടും ഉണ്ടാകും, എസ്പെഷ്യലി ബിക്കോസ് ഇത് ഹാപ്പനിങ് ഇൻ ക്ലൗഡ് ആയതുകൊണ്ട്. സോ ഡീറ്റെയിൽ ലെവലിലുള്ള മോണിറ്ററിങ്ങും ആവശ്യമായിട്ട് വരും. പിന്നെ ഇതൊക്കെ ഇംപ്ലിമെൻറ്റ് ചെയ്തിട്ടുള്ള ഓർഗനൈസേഷൻസിന് കിട്ടിയിരിക്കുന്ന ഒരു റിട്ടേൺ ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ് നോക്കുകയാണെങ്കിൽ ടിപ്പിക്കലി ഒരു ഓവറോൾ ഒരു 20-30% കോസ്റ്റ് റിഡക്ഷൻ ഓർഗനൈസേഷൻസിൽ ഈ നെറ്റ്വർക്ക് സർവീസസ് യൂസ് ചെയ്യുന്ന വഴി കിട്ടുന്നുണ്ട് കമ്പയർഡ് ടു ട്രഡീഷണൽ ഇൻഫ്രാസ്ട്രക്ചർ. കാരണം ട്രഡീഷണൽ ഹാർഡ്വെയർ പ്രൊക്യൂർമെൻറ്റ്, ഓപ്പറേഷണൽ ഓവർഹെഡ്, അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇവിടെ ക്ലൗഡിൽ വരുമ്പോൾ അതൊക്കെ എലിമിനേറ്റ് ചെയ്യാം. ഒപ്പം തന്നെ ആവശ്യമുള്ള സമയത്ത് മാത്രം ഈ റിസോഴ്സസ് സ്പിന്നപ്പ് ചെയ്താൽ മതി. പിന്നെ പേ ആസ് യു പ്രൈസിങ് മോഡലാണ്. അത് കാരണം യൂസ് ചെയ്യുന്നതിന് മാത്രം കൊടുത്താൽ മതിയാവും. കൂടാതെ ഈ പറഞ്ഞ VPC, ഫ്ലോലോഗ്സ്, ക്ലൗഡ് ഫ്രണ്ട് തുടങ്ങിയ ഒരു സർവീസസ് മോണിറ്ററിങ് ചെയ്യുന്നത് കൊണ്ട് ട്രെൻഡ്സ് അതിന് കാണിച്ചു തരാൻ പറ്റും. പ്രഡിക്റ്റബിളായിട്ട് എത്ര ട്രാൻസ്ഫർ ഒപ്റ്റിമൈസ് ചെയ്യാൻ പറ്റും, എന്തൊക്കെ ചെയ്തു കഴിഞ്ഞാൽ കുറച്ചുകൂടെ ബെനിഫിറ്റ് ചെയ്യാൻ പറ്റും, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആമസോൺ ക്യൂ പോലെയുള്ള സർവീസസ്, അതുപോലെ തന്നെ ഇൻബിൽട്ട് ഡാഷ്ബോർഡ്സും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അത് കാരണം വൺസ് ഈ പറഞ്ഞ മോഡേണൈസേഷൻ ഇംപ്ലിമെൻ്റ് ആയിക്കഴിഞ്ഞാൽ ഈ നെറ്റ്വർക്ക് സർവീസസിൻ്റെയൊക്കെ മാക്സിമം യൂസേജും ഈ പറഞ്ഞ AWS സർവീസ് എക്കോസിസ്റ്റത്തിൽ നിന്ന് തന്നെ നമുക്ക് കിട്ടാൻ പറ്റും. പിന്നെ ഇതിൻ്റെ ബെസ്റ്റ് പ്രാക്ടീസസ് കൂടി നമുക്ക് കൺസിഡർ ചെയ്തിട്ട് ഈ എപ്പിസോഡ് വൈൻഡപ്പ് ചെയ്യാം. മെയിനായിട്ടുള്ള ഒരു സക്സസ്ഫുൾ ഇംപ്ലിമെൻറ്റേഷൻ ഓവറോൾ നോക്കുമ്പോൾ പ്രോപ്പറായിട്ടുള്ള ഈ ഫസ്റ്റ് ഡിസ്കസ് ചെയ്ത പോലെ VPC ഡിഫൈൻ ചെയ്യുമ്പോൾ പ്രോപ്പറായിട്ടുള്ള CIDR പ്ലാനിങ്, അതായത് ലിമിറ്റ് ചെയ്യാത്ത തരത്തിൽ ഫ്യൂച്ചർ ഇംപ്ലിമെൻറ്റേഷൻസ് കൂടെ നോക്കിയിട്ടുള്ള CIR നെറ്റ്വർക്ക് പ്ലാനിങ്, പിന്നെ മോഡുലാറായിട്ടോ VPCs ഡിഫൈൻ ചെയ്യുക, പിന്നെ സെക്യൂരിറ്റി കൺട്രോൾസ് കറക്റ്റായിട്ട് ഇംപ്ലിമെൻറ്റ് ചെയ്യുക. അതൊരു ലെയേർഡ് ആയിട്ടുള്ള ഒരു സെക്യൂരിറ്റി ഇംപ്ലിമെൻറ്റേഷൻ ത്രൂ മൾട്ടിപ്പിൾ കൺട്രോൾ മെക്കാനിസം ഒക്കെ ആയിരിക്കണം ചെയ്യേണ്ടത്. ആമസോൺ ക്യൂ എന്ന് പറയുന്ന ഒരു സർവീസ് ഉണ്ട്. അത് ആമസോണിൻ്റെ കോൺസോളിൽ ഇൻറ്റഗ്രേറ്റഡ് ആണ്. അതിൻ്റെ CLIയും അവൈലബിൾ ആണ്. സോ ആമസോണിൻ്റെ കോംപ്രഹെൻസീവ് ഡോക്യുമെൻറ്റേഷനെ ബേസ് ചെയ്തിട്ടുള്ള ജനറേറ്റീവ് AI സർവീസാണ്. സോ അതുമായിട്ട് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വാലിഡേറ്റ് ചെയ്യാൻ പറ്റും. നമ്മളിപ്പോൾ ഒരു ആർക്കിടെക്ചർ നമ്മുടെ കയ്യിലുണ്ടെന്നുണ്ടെങ്കിൽ അത് കറക്റ്റാണോ, അത് സ്യൂട്ടബിൾ ആണോ, അല്ലെങ്കിൽ വെൽ ഡിഫൈൻഡ് പ്രിൻസിപ്പിൾ ആമസോണിൻ്റെ AWSൻ്റെ ആർക്കിടെക്റ്റ് പ്രിൻസിപ്പിളിനെ ബേസ് ചെയ്തിട്ടാണോ അത് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നതെന്നൊക്കെയുള്ള കാര്യങ്ങൾ ഇതിൽ നോക്കിക്കഴിഞ്ഞാൽ ഈ ആമസോൺ ക്യൂ ആയിട്ട് ഡിസ്കസ് ചെയ്താൽ കാണാൻ പറ്റും. അത് ഒരു പ്ലഗിനായിട്ട് വിഷ്വൽ സ്റ്റുഡിയോ കോഡിൽ ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റും. സോ ആമസോൺ ക്യൂ ഈസ് മച്ച് മോർ ദാൻ ദാറ്റ്. അത് ഇതിനേക്കാളും കൂടുതലുമാണ്. കാരണം ആമസോൺ ക്യൂ നോട്ട് ജസ്റ്റ് ഫോർ വാലിഡേറ്റിങ് മാത്രമല്ല, നമുക്ക് അതിനൊരു ഏജൻറ്റ് പോലെ യൂസ് ചെയ്യാം. കോപൈലറ്റ് ഏജൻറ്റ് പോലെ കോഡ് ക്രിയേറ്റ് ചെയ്യാനും ഡെവലപ്മെൻറ്റിനും യൂസ് ചെയ്യാൻ പറ്റും. സോ ഇതിൻ്റെ കോണ്ടെക്സ്റ്റ് എന്ന് പറയുന്നത്, ഈ ആമസോൺ ക്യൂവിൻ്റെ കോണ്ടെക്സ്റ്റ് എന്ന് പറയുന്നത് AWSൻ്റെ പ്രിൻസിപ്പിൾസിനെ, സെക്യൂരിറ്റി പ്രിൻസിപ്പിൾസിനെ ബേസ് ചെയ്തിട്ടുള്ളതാണ്. സോ ആമസോൺ ഡോക്യുമെൻറ്റിനെ, AWSൻ്റെ ഡോക്യുമെൻറ്റേഷനെ ബേസ് ചെയ്തിട്ടുള്ളതാണ്. സോ അത് സ്പെസിഫിക് ആയിട്ട് ടൈലേർഡ് ആയിട്ടുള്ള ഒരു ഔട്ട്പുട്ടായിരിക്കും അത് കിട്ടുന്നത്. നോക്കുകയാണെങ്കിൽ കോപൈലറ്റ് അല്ലെങ്കിൽ ജെമിനായി പോലെയുള്ള ടൂൾസിനുമായിട്ട് ഡിപ്പെൻഡ് ചെയ്യാൻ പറ്റും. അതിൽ നിന്ന് കിട്ടുന്നതിനെക്കാട്ടിയും ആക്യുറേറ്റ് ആയിട്ട് AWS സ്പെസിഫിക് ആയിട്ടുള്ള ഒരു ഔട്ട്പുട്ട് ആമസോൺ ക്യൂ വഴി കിട്ടും. സോ ഹൈലി റെക്കമെൻഡ് ടു യൂസ് ദാറ്റ് സർവീസ്. അത് കോൺസോളിൽ ഇൻറ്റഗ്രേറ്റഡ് ആണ്. സോ ഒപ്പം തന്നെ അല്ലാതെ CLI ആയിട്ടും VS കോഡിൻ്റെ ഇൻറ്റഗ്രേഷനായിട്ടും യൂസ് ചെയ്യാൻ പറ്റും. സോ അത് നോക്കുന്നത് നല്ലതാണ്. പിന്നെ amazon.com/VPC അല്ലെങ്കിൽ നെറ്റ്വർക്ക് ഇങ്ങനെ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഡോക്യുമെൻറ്റേഷൻ ഒരുപാടുണ്ട്. പിന്നെ കൂടാതെ AWS ആർക്കിടെക്ചർ സെൻറ്റർ എന്ന് പറഞ്ഞ ഒരു സൈറ്റുണ്ട്. അവിടെ വെൽ ഡിഫൈൻഡ് ആയിട്ടുള്ള ബെസ്റ്റ് പ്രാക്ടീസസ് ഡോക്യുമെൻ്റ് ചെയ്തിട്ടുണ്ട്. കൂടാതെ സ്കിൽ ബിൽഡർ പോലെയുള്ള പ്ലാറ്റ്ഫോമിലെ നെറ്റ്വർക്കിംഗ് വർക്ക്ഷോപ്സ്, ഡീറ്റെയിൽഡ് ബെസ്റ്റ് പ്രാക്ടീസസ് ഡോക്യുമെൻറ്റേഷൻ എല്ലാം കറക്റ്റ് ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. കൂടാതെ ഓൺലൈനായിട്ടുള്ള ടോക്സ്, AWS റീഇൻവെൻറ്റ് സെഷൻസ് ഒക്കെ ഇത് കൂടുതൽ മാക്സിമം ഇതിനെക്കുറിച്ചുള്ള നോളജ് കിട്ടാൻ പുതിയൊരു
ഓർഗനൈസേഷനോ അല്ലെങ്കിൽ പുതിയൊരാളെ ഹെൽപ്പ് ചെയ്യും. സോ ഫൈനൽ നമ്മൾ ഈ പറഞ്ഞ എപ്പിസോഡ് വൈൻഡപ്പ് ചെയ്യുന്നതിന് മുമ്പ് കീ പ്രിൻസിപ്പിൾസ് നമ്മൾ ഇതുവരെ ഡിസ്കസ് ചെയ്ത കീ പ്രിൻസിപ്പിൾസ് നോക്കാം. പ്രോപ്പറായിട്ടുള്ള ഒരു ഫൗണ്ടേഷണൽ ഡിസൈൻ അത് പ്രധാനമാണ്. സെക്കൻഡ്ലി സ്കെയിലബിൾ ആയിട്ടുള്ള കണക്ടിവിറ്റി പാറ്റേൺ, അതായത് ഈ പറഞ്ഞ ആർക്കിടെക്ചർ നെറ്റ്വർക്ക് ആർക്കിടെക്ചർ ഡിഫൈൻ ചെയ്യുമ്പോൾ അത് സ്കെയിലബിൾ ആകുന്നുണ്ടോ എന്നുള്ളത് നോക്കണം. പിന്നെ സെക്യൂരിറ്റി കൺട്രോൾസ് ഒക്കെ കറക്റ്റ് ഇംപ്ലിമെൻ്റ് ആവുന്നുണ്ടോ എന്നുള്ളത്. പിന്നെ ഒബ്സർവബിലിറ്റി അതൊരു ക്രിട്ടിക്കൽ ഫാക്ടറാണ്. ഒബ്സർവബിലിറ്റി ഇല്ലാതെ ഒരു പ്രൊഡക്ഷൻ ഗ്രേഡ് ആപ്ലിക്കേഷൻ റെക്കമെൻഡഡ് അല്ല. കാരണം എന്തെങ്കിലും ഇഷ്യൂസ് വന്നു കഴിഞ്ഞാൽ ട്രബിൾ ഷൂട്ടിംഗ് വളരെ ഡിഫിക്കൽട്ടാണ്. സോ ഇതൊക്കെ കൺസിഡർ ചെയ്തുകൊണ്ട് ചെയ്തു കഴിഞ്ഞാൽ ഒരു ആർക്കിടെക്ചർ ഡിഫൈൻ ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അതിൻ്റെ ഒരു ബെനിഫിറ്റ് സ്കെയിലബിൾ ആയിട്ടുള്ള ഒരു റിസൈലൻ്റ് ആർക്കിടെക്ചർ, കോസ്റ്റ് എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു ആർക്കിടെക്ചർ ഓർഗനൈസേഷൻസിന് ബെനിഫിറ്റ് ചെയ്യാൻ പറ്റും. അതാണ്. സോ ഇതിൻ്റെ ഫൈനൽ പോയിൻ്റ് ഇത് കൺക്ലൂഡ് ചെയ്യുന്നതിന് മുമ്പ് പറയേണ്ടുന്ന ഒരു കാര്യം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ കറക്റ്റായിട്ട് അതിൻ്റെ ഒരു പ്രാക്ടീസസ് കറക്റ്റ് വച്ചിട്ടുള്ള ഒരു ആർക്കിടെക്ചറാണ് ഡിഫൈൻ ചെയ്യുന്നതെങ്കിൽ അത് ഒരു വെൽ എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള ഒരു നെറ്റ്വർക്ക് ആർക്കിടെക്ചർ തന്നെയായിരിക്കും. കാരണം AWSൻ്റെ പ്രൈമറി കസ്റ്റമർ ആമസോൺ തന്നെയാണ്. സോ അവിടെ വെൽ ട്രൈഡ് ടെസ്റ്റഡ് ആയിട്ടുള്ള ഒരു സർവീസസാണ് നമുക്ക് കിട്ടുന്നത്. സോ അവിടെ മാക്സിമം ആ ഒരു റിസർച്ച് ആൻഡ് ലേണിങ്ങിൻ്റെ ബെനിഫിറ്റ്സ് ബാക്കി കസ്റ്റമേഴ്സിനും ഈ സർവീസസ് വഴി കിട്ടുന്നതായിരിക്കും, പ്രൊവൈഡഡ് അതിൻ്റെ കറക്റ്റ് ആർക്കിടെക്ചർ ഗൈഡൻസ് മറ്റും യൂസ് ചെയ്ത് കഴിഞ്ഞാൽ. സോ ഇനി ഇത് എനഫാണ് നെറ്റ്വർക്കിനെ കുറിച്ചുള്ള ഒരു ഇൻഫർമേഷൻ്റെ എനഫ് ഒരു കോണ്ടെക്സ്റ്റ് ഇതിൽ തരികയുണ്ടായി. കൂടുതൽ ഇൻഫർമേഷൻസ് എസ്പെഷ്യലി ഒരു പോയിൻ്റ് എനിക്ക് തോന്നുന്നത് ഈ പറഞ്ഞ പോലെ ആർക്കിടെക്ചർ ഡിസ്കഷൻ സെക്കൻഡ് പാർട്ടായിട്ടൊരു എപ്പിസോഡ് കൂടി ചെയ്യണം. അതായത് സിമിലർ ആയിട്ടുള്ള സർവീസസ് വരാൻ നേരത്ത്, ഫോർ എക്സാമ്പിൾ ഈ പറഞ്ഞ നമ്മൾ ഇന്നത്തെ എപ്പിസോഡിൽ ഡിസ്കസ് ചെയ്തതിൽ ഈ VPCs തമ്മിൽ കണക്ട് ചെയ്യാൻ 2 സർവീസസ് പറ്റും. ട്രാൻസിയൻറ്റ് ഗേറ്റ് വേയും VPC പിയറിങ്ങും പറ്റും. ഏതൊന്നാണ് ചൂസ് ചെയ്യേണ്ടതെന്നുള്ളത് അതൊരു ആർക്കിടെക്ചർ കൺസിഡറേഷനാണ്. ഇതുപോലെ സിമിലർ സർവീസസ് എല്ലാം ഒന്ന് അസംബിൾ ചെയ്തിട്ട് പിന്നീട് ഒരു എപ്പിസോഡ് വരും ദിവസങ്ങളിൽ ഒരു എപ്പിസോഡ് വരുന്നതായിരിക്കും. ബട്ട് VPC പെയറിങ്ങിനെ സംബന്ധിച്ച് ഈ പറഞ്ഞ കുറഞ്ഞ VPCs ഒരു ഫ്യൂ VPCs ആണ് ഒരു എൻ്റർപ്രൈസിലുള്ളതെങ്കിൽ അത് തമ്മിൽ ഇൻ്റർ കണക്ട് ചെയ്യേണ്ടുന്ന ആവശ്യം ഉണ്ടെന്നുണ്ടെങ്കിൽ VPC പെയറിങ് ഓക്കെയാണ്. അല്ലാന്നുണ്ടെങ്കിൽ ട്രാൻസിയൻറ്റ് ഗേറ്റ് വേ ആണ് കുറച്ചുകൂടെ ബെറ്റർ ആയിട്ടുള്ള സർവീസ്. സോ ഇതൊക്കെയാണ് പറയാൻ ഉദ്ദേശിച്ചത്. സോ താങ്ക് യു എവരി വൺ ഫോർ ലിസ്ണിങ്. ഈ പോഡ്കാസ്റ്റ് ലിസൺ ചെയ്യുന്ന എല്ലാവർക്കും നന്ദി. സോ താങ്ക് യു.